ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ശരിക്ക് തോന്നിയാസമായിട്ട് ജീവിക്കാൻ മതമാണ് എളുപ്പം. ഈ ഭോഗം ഭോഗേന ശാന്തി എന്ന് പറയുന്നത് പോലെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മതം സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആരെ കണ്ടാലും ഒന്ന് പിടിക്കണമെന്നൊന്ന് തോന്നും, അത്രേ ഉള്ളൂ. ഈ ഇസ്ലാമിനെ തകർക്കാൻ കൂടെ ശ്രമമൊന്നും ആവശ്യമില്ല. പയലിയെ തോപ്പിച്ചില്ലം ചുടുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം കോൺഫ്ലിക്റ്റാ, എല്ലാം വൈരുദ്ധ്യങ്ങളാ പരസ്പരം. ഒന്ന് പറയും മറ്റൊന്ന് ചെയ്യും. അമ്മായിയപ്പനും മരുമോനും കൂടി അവിടെ കയറിയിരുന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല. ഞങ്ങളുടെ ആൾക്കാര് പർദ്ദയും മക്കനെ വിട്ട കുട്ടികളെ കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ മുഴച്ചിരിപ്പുണ്ടെങ്കിൽ കയറി പിടിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതാണ് മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളൊക്കെ. കേരളം മുഴുവനും ജിഹാദികൾ വിഴുങ്ങിക്കഴിഞ്ഞു. കേരളം ജിഹാദികളുടെ കൈകളിലാണ് ഇപ്പോഴുള്ളത്. അതിനകത്ത് പറയാണ് പ്രവാചകൻ സെക്യുലറിസ്റ്റ് ആയിരുന്നു. ഒരു വിശ്വാസിയായിട്ട് എനിക്കറിയില്ല ഇതുവരെ. ഞാൻ അറബി കോളേജിലൊക്കെ പഠിച്ച് ഈ പ്രമാണങ്ങളൊക്കെ പഠിച്ചിരുമ്പോൾ അയാളൊരു തീവ്രവാദിയാണ്, ലക്ഷണമൊത്ത ഒരു വർഗീയവാദിയാണ്. ഞാനൊക്കെ ഇങ്ങനെ ബലിയാടായിട്ട് മുറിഞ്ഞു വീണിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാബൂൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൽ 100 കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുമായിരുന്നു അവിടെ. ഇപ്പോൾ ഒരു മുസ്ലിം പുരുഷൻ ഒരിക്കലും അവന്റെ ഭാര്യയോ അവന്റെ ഉമ്മയോ അവന്റെ മകളെയോ ഒന്നും സിറിയയിൽ കൊണ്ടേ പൊട്ടിത്തെറിപ്പിക്കില്ല. തൊഴുന്തോറും തൊഴിക്കുന്ന ഒരു പഠിച്ചവൻ. ഞാനൊരു 10-16 വർഷം പഠിപ്പിച്ചിരുന്നത് പല ഉസ്താദന്മാരുടെയും കൈക്കും കോളറിനും കയറി ഞാൻ പിടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ISIS കൊണ്ടുപോയ ആൾക്കാർ ഇപ്പോഴും ഇവിടെ മാന്യന്മാരായിട്ട് വിലസുന്നുണ്ട്. പെണ്ണ് വിഷയം തന്നെ. ഈ ഉസ്താദന്മാർ എത്രയോ കുട്ടികളെ പീഡിപ്പിക്കുന്നു. ഒറ്റ ഉസ്താദന്മാരെയും ഇന്നുവരെ ഒരു പള്ളിയും വിലക്കിയിട്ടില്ല. ഓരോ സീസണിലായിട്ട് ഇങ്ങനെ തീവ്രവാദം വളർത്തും. ഇവർക്ക് ആകെ അറിയുന്നത് എന്താണ്? വെട്ടിക്കൊല്ലുക, ഇത് പിടിച്ചടക്കുക, കുറെ പെണ്ണുങ്ങളെ ഭോഗിക്കുക. 5 വയസ്സൊക്കെ പ്രായമായ കുഞ്ഞ് ആകെ മൂടി വന്നാൽ ഈ കുഞ്ഞിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഉസ്താദന്മാർക്ക് ഉദാഹരണം ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ആദ്യമായിട്ട് പ്രവാചകൻ വിവാഹം കഴിച്ചത് പ്രവാചകന് 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സുള്ള ഖദീജയാണ് എന്നാണ് തള്ള്. നിങ്ങൾ കിടപ്പറയിൽ അവളെ കെട്ടിയിട്ട് അടിക്കണം. ഒരു പടച്ചവും പറയുന്ന വാക്ക്. ഈ സത്യസരണി എന്ന് പറഞ്ഞത് തന്നെ SDPIക്കാരുടെ കേന്ദ്രമാണ്. SDPIക്കാരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഈ SDPI, മുസ്ലിം ലീഗ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. അപ്പൊ ഇത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ലാഹു. വളരെ വ്യത്യസ്തമാണ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം. നമ്മൾ അറിയുന്നതിനേക്കാൾ ഏറെ നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ. അതുകൊണ്ട് തന്നെ പുറമേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. സത്യം നമ്മൾ അറിയുന്നതിന് മുമ്പ് കളവ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ജാമിദ ടീച്ചറിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ ഒരു മാധ്യമത്തിനും നൽകിയിട്ടില്ലാത്ത വിധത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ തുറന്നു പങ്കുവയ്ക്കുകയാണ് ജാമിദ ടീച്ചർ നമ്മുടെ പ്രേക്ഷകരോട്. ടീച്ചർ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പർദ്ദയൊക്കെ അണിഞ്ഞ് തട്ടമൊക്കെ ഇട്ട് ശരീരഭാഗങ്ങളൊക്കെ മറച്ച് അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്കൊക്കെ അവരോട് ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. ഈ ചേകന്നൂർ മൗലവിയുടെ ഒപ്പം ഇതുപോലെ പർദ്ദയൊക്കെ ഇട്ടുള്ള ചിത്രം ടീച്ചറുടേതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ചട്ടക്കൂട്ടിൽ നിന്നെല്ലാം പുറത്തു വന്ന് ചിലരൊക്കെ ആരോപിക്കുന്നത് പോലെ തോന്നിവാസം നടക്കാനുള്ള ഒരു ലൈസൻസായിട്ടാണോ ടീച്ചർ ഈ മതം മാറ്റത്തെ കണ്ടിരിക്കുന്നത്? ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് എങ്ങനെ വേണമെങ്കിലും നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ടാണോ മതം മാറ്റത്തെ ടീച്ചർ കണ്ടത്? ശരിക്ക് തോന്നിയാസമായിട്ട് ജീവിക്കാൻ മതമാണ് എളുപ്പം. കാരണം മതത്തിലാവുമ്പോഴേക്ക് കറുത്ത ചാക്കിനകത്ത് അടച്ചിട്ടിട്ട് മോഷ്ടിക്കാൻ പോകാം, വ്യഭിചരിക്കാൻ പോകാം, കള്ളു കുടിക്കാം,
ഇപ്പോ മദ്യശാലകളിൽ പോലും സ്ത്രീകൾ ഈ വേഷം ഇട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോ ഞാൻ ആദ്യമായിട്ട് വരുന്നത് തന്നെ ചേകനൂർ വിഭാഗത്തിലേക്കാണ്. അപ്പോൾ ചേകനൂർ വിഭാഗത്തിലേക്ക് അദ്ദേഹം പറയുന്നത് പർദ്ദയ്ക്കൊന്നും യാതൊരു സ്ഥാനമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പർദ്ദ വന്നിട്ട് തന്നെ ഒരു 10, 30, 35 കൊല്ലമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകന്റെ വോയിസ് ക്ലബ് ഹൗസിലെ ചർച്ച വളരെയധികം വൈറലായിരുന്നു. പർദ്ദ ഞങ്ങൾ കേരളത്തിൽ കുറേയധികം വ്യാപകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗ്രാൻഡ് ചോദിച്ചുകൊണ്ട് ഒട്ടനവധി ആൾക്കാരെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതും ഇദ്ദേഹം ആ വാർത്താ ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു ആ വിഷയം. അപ്പൊ പർദ്ദയ്ക്ക് പിന്നിൽ നടക്കുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. പിന്നെ ഞാൻ എന്ത് വേഷം ധരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സ് ആണ്. അപ്പോ ഇസ്ലാമിലെ പർദ്ദ സമ്പ്രദായം തന്നെ കുറച്ച് നാള് ഏതാണ്ട് ഒരു 10, 30, 35 കൊല്ലം തന്നെ ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ കറുത്ത ചാക്കിന്റെ വേഷമൊക്കെ വന്നിട്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊന്നും അനുയോജ്യമായിട്ടുള്ള ഒരു വേഷമല്ല ഇത്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം മതപരമല്ല. 3, അറേബ്യയില് പൊടിപടലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ വേഷം ധരിച്ചിരുന്നത്. മതപരമല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? കാരണം മതത്തിൽ ഈ ആകെ മൂടുന്ന ഒരു വേഷത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ഹദീസാണുള്ളത്, മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ മറയ്ക്കണം എന്നുള്ള ഒരു ഹദീസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഖുർആൻ വാചകങ്ങളിൽ നിന്നൊന്നും ഇങ്ങനെ ആകെ മൂടുന്ന ഒരു വസ്ത്രത്തെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലേ സ്ത്രീകള് പർദ്ദ ഉപയോഗിക്കണമെന്ന്? ഇല്ല. നിങ്ങളുടെ മുഖമക്കനകൾ നിങ്ങൾ മാറിലൂടെ താഴ്ത്തിയിടണം എന്നൊരു വാചകമുണ്ട്. പിന്നെ മുറൂത്തി ഹിന്ന എന്നൊക്കെ പറയുന്ന ചില പദങ്ങളുണ്ട്. അതിന് മൂടുപടം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും നമ്മൾ മൻഹല മുഞ്ചിത് ഇത് 2 ഡിക്ഷണറികൾ ഇതിലൊന്നും നോക്കിയാൽ യാഗം മൂടുന്ന വസ്ത്രം ഒന്നും കിട്ടത്തില്ല. ചേകനൂർ മൗലവിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ ടീച്ചർ. അദ്ദേഹത്തിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ചേകനൂർ മൗലവി മരിക്കുന്നത് 1993 അപ്പൊ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സംഘടനയിലേക്ക് ഇല്ല മരിച്ചു എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. ഞാൻ ആ സംഘടനയിലേക്ക് വരുന്നത് ആ സാഹചര്യത്തിലാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അനുസ്മരണങ്ങളൊക്കെ നടത്തി. പിന്നെ NIA കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേസ് CBI ആണ് നോക്കിയത്. അപ്പൊ CBI തന്നെ ഏതാണ്ട് ഒരു 16ഓളം പ്രതികളെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 10ാമത്തെ പ്രതിയായിരുന്നു AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ അവരൊക്കെ വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് VV ഹംസ എന്ന് പറയുന്ന ആള്. അയാളെയാണ് ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചെങ്കിലും ആ ജീവപര്യന്തത്തിനൊന്നും അദ്ദേഹം നിന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പൊ ഈ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പൊ ഇദ്ദേഹത്തെ ഇല്ലാതാക്കിയതിന് പിന്നിൽ അദ്ദേഹം ഇസ്ലാമിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഈ ഖുറാനിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നല്ലോ ഈ ഖുറാൻ റിസർച്ച് സെന്റർ ഉണ്ട്. അതെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ആദ്യം ആ വേഷമായിരുന്നു, പിന്നെ പെട്ടെന്ന് ഈ വേഷത്തിലേക്ക് മാറിയല്ലോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം ഞാൻ റിജിഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് മെന്റാലിറ്റിയിലാണ് വളർന്നു വന്നത്. അറബി കോളേജിലൊക്കെ പഠിച്ച് അങ്ങനെ വളർന്നു വന്നപ്പോഴേക്ക് ആ വേഷമാണ് ഏറ്റവും കൂടുതൽ സൂറ്റബിൾ എന്ന് തോന്നി. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ പർദ്ദയും മക്കനെയൊക്കെ ഇട്ട് കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ ആദരിക്കാറുണ്ടെന്ന്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാര് പർദ്ദയും മക്കനെ വിട്ട് കുട്ടികളെ കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ മുഴച്ചിരിപ്പുണ്ടെങ്കിൽ കയറി പിടിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതാണ് മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളൊക്കെ. ഇപ്പോൾ 6 വയസ്സ് 5 വയസ്സൊക്കെ പ്രായമായ കുഞ്ഞ് ആകെ മൂടി വന്നാൽ ഈ കുഞ്ഞിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഉസ്താദന്മാർക്ക് ഉദാഹരണം ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് മദ്രസയില്ല. ചിലപ്പോൾ താങ്കൾ പഠിച്ച് വളർന്നു വന്ന കൾച്ചറായിരിക്കും താങ്കളെ പർദ്ദയിട്ട കുട്ടിയെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ ഭോഗേന ശാന്തി എന്ന് പറയുന്നത് പോലെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മതം സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആരെ കണ്ടാലും ഒന്ന് പിടിക്കണമെന്നൊന്ന് തോന്നും. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വേഷം ഉപേക്ഷിക്കാനുള്ള കാരണം ഞാൻ അന്ന് ഇസ്ലാമിക്കിലായിരുന്നു നിന്നിരുന്നത്. ഇസ്ലാമിക വിശ്വാസം ഖുർആൻ പ്രമാണമാണെന്ന് വിശ്വസിക്കുന്ന ഖുർആൻ പ്രകാരം പർദ്ദ കിട്ടില്ല. അപ്പൊ പിന്നീട് മതം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ മതി. എനിക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന വേഷം എനിക്ക് ധരിക്കാം. ആ റൈറ്റും ചോയ്സും ഒക്കെ എനിക്ക് മനസ്സിലായതും ഈ മതത്തെക്കുറിച്ചിട്ടുള്ള ഭയം ഇല്ലാതായതും മതം വിട്ടപ്പോഴാണ്. അതിനു മുമ്പ് എപ്പോഴും കത്തിയും കഠാരയും വടിയും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുന്ന ഒരു പഠിച്ചോൻ, എണ്ണ തിളപ്പിച്ചിട്ട് ചെമ്പിൽ കാത്തു നിൽക്കുക നമ്മളെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരു പഠിച്ചോൻ, തീ കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു പഠിച്ചോൻ. ഈ പഠിച്ചോനിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനൊരു മനുഷ്യനായത്. ഇന്നാണ് മാനവികത എന്താണ്, മനുഷ്യത്വം എന്താണ്, സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം മതം വിട്ടത് തോന്നിയതുപോലെ ജീവിക്കാനല്ലേ എന്നാണ്. പൊതുവിൽ എല്ലാവരും അത് പറയാറുണ്ടെങ്കിലും മതം വിടുന്നത് തോന്നിയതുപോലെ ജീവിക്കാനല്ല, മനുഷ്യനായിട്ട് ജീവിക്കാനാണ്. കാരണം മതത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നത്ര തോന്നിയാസങ്ങളൊന്നും മതത്തിന് പുറത്തു വന്നാൽ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ മതം വിട്ട ഒരാളാണ്. ഞാൻ പബ്ലിക്കിൽ എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായിട്ട് സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ദോഷമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ചെയ്താൽ ഒരു LKG കുട്ടിക്ക് പോലും ചൂണ്ടിക്കാണിക്കാം, നിങ്ങളത് ചെയ്തത് തെറ്റാണ് കേട്ടോ. പക്ഷെ ഒരു മതവിശ്വാസിയാണെങ്കിൽ ഞാനും പഠിച്ചോണ്ട് തമ്മിലായിക്കോളാം എന്ന് പറയും. ഇത് ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മതം വിട്ട് പുറത്തു വരുന്നത്. ഇപ്പം ഞാൻ ഒരാളിന്റെയും ഒന്നും കൊള്ളയടിക്കില്ല, നുണ പറഞ്ഞ ആരിൽ നിന്നും ഒന്നും വാങ്ങത്തില്ല, ആരുടെയും ഒന്നും പിടിച്ചു പറിച്ചെടുക്കത്തില്ല.
ആരെയും ഉപദ്രവിക്കില്ല. കാരണം എന്താണ്? എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. കാരണം ഞാൻ എൻ്റെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആവാം. അവനും പഠിച്ചവനും തമ്മിൽ മാത്രമേ ഉള്ള കരാറാണ്. അപ്പോൾ മതം വിടുന്നത് തോന്നിയതുപോലെ ജീവിക്കാനല്ല, മനുഷ്യനായിട്ട് ജീവിക്കാനാണ്. ഇപ്പോൾ ഒരു ദിവസം പഠിച്ചവൻ പണിമുടക്കി, ATM കൊള്ളയടിക്കപ്പെടും, എത്രയോ ആൾക്കാർ കൊല ചെയ്യപ്പെടും, എത്രയോ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടും, പിന്നെ മോഷണങ്ങൾ, ഇതൊക്കെ നടക്കും. കാരണം പടച്ചവും കാണുന്നില്ല. ഈ പടച്ചവും കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും മനസാക്ഷിയെ വഞ്ചിക്കുന്ന രീതിയിൽ. ഇപ്പം സാറിന്റെ സിസ്റ്റർ ഒരു തുണിയും ഇല്ലാതെ ന്യൂഡായിട്ട് റൂമിൽ കിടക്കുന്ന കണ്ടാലും സാറിനൊന്നും തോന്നൂല. ചിലപ്പോൾ ഒരുപക്ഷെ ഇട്ടിരിക്കുന്ന തുണി ഊരി ആ കുട്ടിക്ക് മൂടിക്കൊടുക്കും. കാരണം നിങ്ങളിൽ നൈസർഗികമായിട്ടൊരു ചോദനയുണ്ട്, എൻ്റെ പെങ്ങളാണത്, എൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ സുഹൃത്തിന്റെ പെങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തോന്നിയേക്കാം. എല്ലാവർക്കും അങ്ങനെ തോന്നണം ഒരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ മതവിശ്വാസിയാണെങ്കിൽ അയാൾക്കത് ചെയ്യാം, അയാളെ കയറി പീഡിപ്പിക്കുക, ഒരു കുഴപ്പമില്ല. എന്നിട്ട് പടച്ചവനോട് തൗബ ചെയ്താൽ മതി. തൂബുൽ അല്ലാഹി തൗബത്തന്നെ സുഹ, എന്ത് തന്തയിലഴിയും ചെയ്തോ പടച്ചവനോട് പശ്ചാത്തപിച്ചാൽ മതി, ഓക്കെ പുറത്തു വരും. അതുപോലെ മൻ ആഖിറ ഖൗലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനം അവൻ ചാവാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അവൻ അതുവരെ ചെയ്ത എല്ലാ തെമ്മാടത്തിനും പടച്ചവൻ പൊറുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം മതത്തിൽ നിൽക്കുമ്പോഴാണ് തോന്നിയാസം ചെയ്യാൻ എളുപ്പം. മതം വിട്ടാൽ പറ്റില്ല. 9 വയസ്സുള്ള കുട്ടിയെ പ്രവാചകൻ കല്യാണം കഴിച്ചു. അതിലെ അധാർമികതയെ കുറിച്ച് നിങ്ങൾ പലതവണ പ്രസംഗിക്കുന്നത് യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ടീച്ചറെ കുറിച്ചുള്ള ഒരു ആരോപണം, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 75 വയസ്സുള്ള ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചു, അയാളുടെ ഒപ്പമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ശക്തമായ ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചർ എന്തുകൊണ്ട് ഈ 55 വയസ്സുള്ള ഒരു വ്യക്തി 9 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്തതിനെ വിമർശിക്കുന്നു? അത് മാത്രമല്ല, നിങ്ങൾ വേറെ ആരെയും വിമർശിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഗാന്ധിജിയെ വിമർശിക്കുന്നില്ല? എന്തുകൊണ്ട് നെഹ്റുവിനെ വിമർശിക്കുന്നില്ല? അല്ലെങ്കിൽ മറ്റ് മത സ്ഥാപകരെ വിമർശിക്കുന്നില്ല? ഈ മുഹമ്മദിനെ മാത്രം തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ലക്ഷ്യം എന്താണ്? സാറിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കൊരു 51 വയസ്സുണ്ട്. 51 വയസ്സ്. ഇപ്പൊ സാറ് ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ സാറിന് ഫസ്റ്റ് കല്യാണം ആലോചിക്കണമെന്ന് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. ഇനിയിപ്പോ ഒരു 10 വയസ്സുള്ള കുട്ടിയാവട്ടെ, തോന്നുമോ? ഒരിക്കലും ഉണ്ടാവില്ല. സാറിന് എത്ര കുട്ടികളുണ്ട്? 5 മക്കളുണ്ട്. മോൾക്ക് എത്ര വയസ്സുണ്ട്? ഇളയ മോൾക്കൊരു 12 വയസ്സുണ്ട്. 12 വയസ്സ്. ഈ 12 വയസ്സുകാരിയായ ഒരു കുട്ടിയെ ഈ കാലഘട്ടത്തില് ഒരു 50 വയസ്സുള്ള ഒരാൾ കല്യാണം ആലോചിച്ചു വന്നാൽ സാർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം? അത് അങ്ങനെ ഒരു ആലോചനയുടെ തന്നെ പ്രശ്നമില്ല. എനിക്ക് 15 വയസ്സുള്ള മോളാണുള്ളത്. സാറിന് 51 വയസ്സുണ്ട്. ഈ 51 വയസ്സുള്ള സാറ് ഒരു കല്യാണം ആലോചിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വന്നാൽ സാറ് നടന്നു പോകില്ല. ഡെഫിനറ്റ്ലി ഞാൻ പറയും, അട്ടിച്ച് കയ്യും കാര്യം ഞാൻ തല്ലി ഓടിക്കും. നടന്നു പോകില്ല. കാരണം ഇയാളുടെ സാറിനെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരു വൈവാഹിക ജീവിതമല്ല, മറിച്ച് ഇദ്ദേഹത്തിലുള്ള അന്തർലീനമായിരിക്കുന്ന കാമവെറിയാണ്. അതുകൊണ്ട് നടന്നു പോകില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കുത്തിക്കൊന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ കുട്ടിയെ ആ കണ്ണുകൊണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ കാലഘട്ടത്തിൽ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ 54 വയസ്സുകാരൻ ഒരു മുസ്ലിം കുടുംബത്തിൽ പോലും വിവാഹം ആലോചിച്ച് ചെന്നാല് അട്ടിച്ചവര് മലകയറ്റും. ഈ 6 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇല്ലാത്ത ഒരു കുഞ്ഞിനെ 54 വയസ്സുള്ള ഒരു 53 അല്ല 54 54 വയസ്സായ ഒരു പ്രവാചകൻ, സാധാരണ മനുഷ്യനല്ല, ഏതോ കാലഘട്ടത്തിൽ നടന്നതാണ്. ഈ മനുഷ്യനെ എന്തിന് വിമർശിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇദ്ദേഹം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഖുർആൻ പറയുന്നത് എക്കാലത്തേക്കുമുള്ള മാതൃകാ പുരുഷോത്തമനാണ് നമ്മുടെ ഈ മാനവരിൽ മഹോന്നതൻ. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന ഏതൊരു കൃത്യവും ഇദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ്. അതായത് ലോക അവസാനം വരെ റഹ്മത്തുൽ ആലമീൻ, ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് കാരുണ്യമായിക്കൊണ്ടും മാതൃകയായിക്കൊണ്ടും അയക്കപ്പെട്ട ഈ പ്രവാചകന്റെ ലക്ഷ്യം എന്താണ്, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണ്, ഇദ്ദേഹത്തിന്റെ കർമ്മപഥം എന്താണ്, ഇതെല്ലാം ഫോളോ ചെയ്യാൻ ഓരോ മുസ്ലിമും ബാധ്യതപ്പെട്ടവരാണ്. അതാണ് സുന്നത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ചര്യ. പ്രവാചകൻ ചെയ്തത്, പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ അനുവാദം നൽകിയത്, ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഓരോ മുസ്ലിമും ബാധ്യതപ്പെട്ടവരാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഈ പ്രവാചകൻ ചെയ്ത ഈ 6 വയസ്സുകാരിയായ കുഞ്ഞിനെ കെട്ടിയതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു മുഹമ്മദിയന് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത്. അതുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. അതായത് പ്രവാചകന്റെ മൊറാലിറ്റി മാറുമോ, മാറി വരുന്നതാണോ?
ഇവര് പറയുന്നത് പ്രവാചകന്റെ മൊറാലിറ്റി മാറത്തില്ലെന്നാ. എക്കാലഘട്ടത്തേക്കും നമുക്ക് പിൻപറ്റപ്പെടാൻ അനിഷേധ്യമായ മാതൃകയാണ് പ്രവാചകൻ. അപ്പൊ പ്രവാചകൻ അന്ന് ചെയ്ത ആ കൃത്യത്തെ ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഇവിടെ ശക്തമായ ഒരു നിയമ സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു വിവാഹ പ്രായത്തെ സംബന്ധിച്ച്, കൺസേണിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായൊരു നിയമം ഉള്ളത് കൊണ്ടും ഭരണ സംവിധാനം ഉള്ളത് കൊണ്ടും ഇവിടെ അത് പറ്റില്ല. പക്ഷേ താലിബാനെ പറ്റും. താലിബാൻ ഇസ്ലാമിക് കൺട്രിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പോലെയുള്ള ആൾക്കാർ ആയിഷയ്ക്ക് 18 വയസ്സാക്കാൻ കുറെ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കി. ഞങ്ങളത് പൊളിച്ചടുക്കി. അതായത് ഇന്ത്യയിലെ വിവാഹപ്രായം 18 വയസ്സാണ്. അതുകൊണ്ട് ആയിഷയ്ക്ക് 18 വയസ്സാണ്. ഇനിയിപ്പം വിവാഹപ്രായം കൂട്ടി 20 ആക്കിയാൽ ഇവർ 20-ന്റെയും തെളിവ് കൊണ്ടുവരും. അപ്പോ അങ്ങനെ യാതൊരു ആധികാരികതയും ഇല്ലാത്ത തെളിവുകളുമായി വരും. ഞാൻ ചോദിക്കുന്നത്, ആദ്യമായിട്ട് പ്രവാചകൻ വിവാഹം കഴിച്ചത് പ്രവാചകന് 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സുള്ള ഖദീജയാണ് എന്നാണ് തള്ള്. ശരിക്കും ഖദീജയ്ക്ക് 28 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 40 വയസ്സുകാരിയെ വിവാഹം കഴിച്ച ത്യാഗോജ്ജലമായ പ്രവൃത്തിയെ പൊലിപ്പിക്കുന്നതിന് വേണ്ടി ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതിനെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോ നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ തൊട്ടടുത്ത് കുറച്ച് കാഷ്ടം വെച്ചാൽ നമ്മളത് കഴിക്കുമോ? കഴിക്കില്ല. അതുപോലെ തന്നെയല്ലേ ഈ മാനവരിൽ മഹോന്നതൻ ത്യാഗം ചെയ്തു, പക്ഷെ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയപ്പോ പോയില്ലേ അത്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ മൂന്നാമത് ചോദിച്ചത്, ഞാൻ 75 വയസ്സുകാരനെ പെൻഷൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു. ഓക്കെ, എനിക്ക് ആരെയും കെട്ടാം. എനിക്ക് ഇന്ത്യയിലെ വിവാഹപ്രായം എബോ ആയി കഴിഞ്ഞു. 3 തവണ വിവാഹം കഴിക്കാനുള്ള വിവാഹപ്രായമായി എനിക്ക്. പിന്നെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ 75 വയസ്സുകാരന്റെ പെൻഷൻ പോട്ടെ, അയാൾ എനിക്ക് തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കേട്ടു. ഞാൻ അങ്ങനെ ഒരാളെ അല്ല വിവാഹം കഴിച്ചത്, പ്രശ്നമില്ല. അതെനിക്ക് ആരെടുത്തും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനിയിപ്പോ 100 വയസ്സായ ഒരാളെ വിവാഹം കഴിച്ചാലും ശരി, എനിക്ക് ഇന്ത്യയിലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് വിവാഹം കഴിക്കാം. പിന്നെ പെൻഷൻ തട്ടിയെടുക്കാൻ അയാൾക്ക് പ്രശ്നം ഇല്ലാത്തടത്തോളം കാലം വേറൊരാൾക്ക് ഇപ്പൊ കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. അയാൾ പറയാണ് ആജീവനാന്ത കാലം നിങ്ങൾക്ക് ഒരു ഫാമിലി പെൻഷൻ കിട്ടും. അത് എത്ര രൂപയാണെന്ന് നമുക്കറിയാം. ഒരു ഫാമിലി പെൻഷൻ അതിന് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ളവർക്ക് അറിയാം. ഭാര്യയ്ക്ക് എന്താണ് കിട്ടുന്നത്, എത്ര രൂപയാണ് കിട്ടുന്നത്, എത്ര കാലം കിട്ടും എന്നൊക്കെ അറിയാം. അപ്പൊ അത് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ചെടുത്ത് അലമാരക്കകത്ത് വെച്ചിരിക്കുന്ന സംഭവം അല്ലല്ലോ, തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ അത് പറ്റില്ല. അപ്പൊ 2 കക്ഷികൾക്കും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഭാര്യയായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാനും ഈ പെൻഷനായിട്ട് ഫാമിലി പെൻഷനിൽ ആഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അത് അയാൾക്ക് കംപ്ലൈന്റ് ഇല്ലാത്തിടത്തോളം കാലം എന്ത് കംപ്ലൈന്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്. പിന്നെ 3, എനിക്ക് 32 36 വയസ്സുള്ള ഞാൻ 75 വയസ്സുകാരനെ വിവാഹം കഴിക്കാമെങ്കിൽ 54 വയസ്സുള്ള പ്രവാചകന് 6 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചാൽ എന്താ എന്നാണ് ചോദ്യം. ജാമിത എന്നല്ല ചോദ്യം. എന്തിനു വിമർശിക്കുന്നു? എന്തിനു നിങ്ങൾ വിമർശിക്കുന്നു? ഞാൻ എന്തിനു വിമർശിക്കുന്നു? കാരണം എന്റെ ജീവിതത്തിൽ അതില്ലല്ലോ. ഞാൻ ഒരിടത്തും മാതൃകയല്ല. ഞാൻ ചെയ്ത ഒരു കാര്യവും അങ്ങനെ തന്നെ പിൻപറ്റപ്പെടണം എന്ന് പ്രാമാണികമല്ല. പക്ഷെ പ്രവാചകൻ അങ്ങനെയല്ല. എന്നോളം പ്രവാചകനെ തരം താഴ്ത്തേം വേണ്ട, പ്രവാചകനോളം എന്നെ ഉയർത്തേം വേണ്ട. കാരണം ഇവിടെ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് പ്രവാചകനെയും എന്നെയുമാണ്. ഞാൻ എവിടെ നിൽക്കുന്നു? മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ എവിടെ നിൽക്കുന്നു? ഞാൻ ചെയ്ത ഒരു കാര്യവും ഒരാളും പിൻപറ്റപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ ഇവിടെ നിയമ സംവിധാനമുണ്ട്. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് കമ്പൽസറിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 54 വയസ്സുകാരൻ 6 വയസ്സ്, ഈ 54ഉം 6ഉം തമ്മിൽ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് 75നെയും 36നെയും പിടിക്കുന്നത്? എന്തിനാണ്? പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിച്ചത് ഗാന്ധിജിയുടെ വിവാഹമാണ്. ഗാന്ധിജി ദൈവദൂതനാണോ? ഗാന്ധിജിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു കസ്തൂർബ? ഗാന്ധിജി 54 വയസ്സുകാരനായിരുന്നോ? കസ്തൂർബ ശൈശവ ദശ കഴിഞ്ഞ ആളായിരുന്നോ? അപ്പോൾ നമ്മളിത് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ഇങ്ങനെ മെഴുകാറുണ്ട്, അത് ശൈശവ വിവാഹം ഗാന്ധിജിയും കഴിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഇവിടെ ഒരു ചിത്രമേ അല്ല. ഗാന്ധിജി പാപമുക്തനല്ല, മഅസൂം എന്നാണ് അതിന് പറയുക. അപ്പം ഗാന്ധിജിയുടെ ജീവിതത്തിൽ തെറ്റില്ലാത്ത ആളല്ല. ഗാന്ധിജിയെ നമ്മൾ വിമർശിക്കേണ്ടി വന്നാൽ അപ്പൊ ഗാന്ധിജി തെറ്റൊന്നും ചെയ്യാത്ത ആളും രാഷ്ട്രപിതാവാണെന്ന് കരുതി അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു നല്ലതിന്റെ അർത്ഥം? രാഷ്ട്രപിതാവാണ്, നമ്മൾ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു എന്ന് കരുതി അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംഭവിച്ച 2 തെറ്റിൽ 1 ഈ ശൈശവ വിവാഹമായിരുന്നു എന്ന് അദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജിയെ എക്കാലഘട്ടത്തിലുമുള്ള ആൾക്കാര് നിർബന്ധമായി പിൻപറ്റപ്പെടണം എന്നിവിടെ വസ്തുതകളില്ല, പ്രമാണങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഗാന്ധിജിയുടെ പല ഭാര്യമാരിൽ 22 25 ഭാര്യമാരിൽ ഒരാളല്ല കസ്തൂർബ, ഏക ഭാര്യയായിരുന്നു. അപ്പൊ പ്രവാചകനെയും ഗാന്ധിജിയെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടാകണം ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക്. നിങ്ങൾക്കും ഉണ്ടാവണം, കാരണം നിങ്ങളൊന്ന് വിമർശിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉളുപ്പുള്ളവർ ആ വക കാര്യങ്ങൾ എടുത്തിട്ടില്ല. ഗാന്ധിജി ദൈവദൂതനല്ല, ഗാന്ധിജി പ്രമാണവുമായിട്ട് വന്ന ആളല്ല.
സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നേരിട്ടയച്ച പ്രവാചകനല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രമാണവുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്തതില്ല. ഇപ്പോ കുറെ ഗാന്ധിയന്മാരുണ്ട്, അവര് പോലും അദ്ദേഹത്തെ നിഷേധിച്ചാൽ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ പിൻപറ്റാം, എടുക്കേണ്ട കാര്യം എടുക്കാം, തള്ളേണ്ടുന്ന കാര്യം തള്ളാം. പക്ഷെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രവാചകൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സമാധാനത്തിന്റെ മതം എന്നാണ് ഇസ്ലാം മതം അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ അതെന്തിനു വേണ്ടി ചെയ്യുന്നു? ടീച്ചറെ പോലെയുള്ളവര് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുറിവില് മുളക് തേക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളിലല്ലേ ഇപ്പോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ സാറിന് ഇഷ്ടമില്ല, സാറിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്ന് കരുതി ഞാനൊരു വിഷയം പറയാതിരിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന വിഷയം ഒരുപക്ഷെ ഇവർ പറയും സംഘികളും മറ്റു ഇസ്ലാം മത വിമർശകരും ഒക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്ന്. നമ്മുടെ പ്രമാണങ്ങളിലുള്ള വിഷയം പറയുമ്പോൾ പ്രമാണങ്ങളിലുള്ള വിഷയം മറ്റുള്ളവർ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്നത്. അപ്പോ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഇവിടെ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക പ്രമാണങ്ങൾ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കണം, മനസ്സിലാക്കണം. എന്താ മറ്റുള്ളവരെ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അതിനകത്ത് രഹസ്യങ്ങളുണ്ടോ? അവരറിഞ്ഞു പോയാൽ തകരുന്ന മതമാണോ ഇസ്ലാം? അതുകൊണ്ട് തീർച്ചയായിട്ടും അവരത് അറിയണം, അവർ പഠിക്കണം, അവർ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇസ്ലാം സമാധാനം. ആ ഇസ്ലാം എന്ന പദത്തില് സിൽമ്, സമാധാനം, സുരക്ഷിതത്വം, ഇത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതിലേക്ക് ആഴത്തിൽ അടുക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇസ്ലാമിലെ സമാധാനം എന്താണെന്ന്. ഖുർആൻ പറയുന്നുണ്ട്, 4-ാം അധ്യായം 34-ാമത്തെ വാചകത്തില് ഫൈൻ നുജൂസ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാവും, അങ്ങനെ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫാലു ഹുന്നാദി, അവളെ ഉപദേശിക്കണം. ഇപ്പോൾ സാറിന് മക്കളുണ്ട്, സാർ മോളെ കെട്ടിച്ചു വിട്ടു, മോളോട് ആദ്യം പറഞ്ഞു കൊടുക്കണം എന്തായിരിക്കും, മോളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാം. ഒരു മൂന്നാമതൊരാളിലേക്ക് എത്താത്ത വിധം നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ അത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അത് മൂന്നാമതൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അത് വഷളായി പോകും. അതുകൊണ്ട് വേണ്ട, അങ്ങനെ പോകണം, അങ്ങനെ നമ്മൾ പറയും സാധാരണ. ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ഡിസ്കഷന് പോയിരിക്കുന്നു, നമ്മൾ ഇരുഭാഗവും കേൾക്കും. 2 ഭാഗവും കേട്ടിട്ട് നിഷ്പക്ഷത കാപഠ്യമാണ്, നമ്മൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും. നമ്മൾ പറയും ഇയാളുടെ ഭാഗത്തിന്റെ ഇന്ന മിസ്റ്റേക്ക് നിങ്ങൾ അത് തിരുത്തണം. എന്നിട്ട് നമ്മൾ പറയും ഇതുവരെ ഉള്ളത് മുഴുവനും കളഞ്ഞേക്ക്, നമുക്ക് ഫ്രഷ് പുതിയൊരു ലൈഫാണ്. നിങ്ങൾ 2 പേരും കുത്തിപ്പൊക്കണ്ട, നിങ്ങൾ 2 പേരും കഴിഞ്ഞതിനെ പറഞ്ഞു പിന്നെ അവർ 2 പറയും, ഇവർ 4 പറയും, പരസ്പരം കോർക്കും വേണ്ട എന്ന് പറയും. പക്ഷേ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പടച്ചവന്റെ അണികളോട് പറഞ്ഞത്. പടച്ചവൻ പറഞ്ഞത് ഫഅലുഹുന്ന, നീ അവളെ ഉപദേശിക്കണം. പടച്ചവൻ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് അവളുടെ പക്ഷത്ത് തന്നെയാണ് തെറ്റ്. അപ്പൊ പുരുഷാധിപത്യ സമൂഹത്തെ നിയന്ത്രിക്കുന്ന പുരുഷനായ അള്ളാഹുവിന് സ്ത്രീകളുടെ പക്ഷത്ത് തെറ്റ് കാണാനേ പറ്റൂ. അപ്പോൾ അവളെ ഉപദേശിക്കണം. വഹ്ജുറുഹുന്ന ഫിൽ മലാജിഇ വളിരിബൂഹുന്ന, എന്നിട്ട് നിങ്ങൾ കിടപ്പറയിൽ അവളെ കെട്ടിയിട്ട് അടിക്കണം. ഒരു പടച്ചവൻ പറയുന്ന വാക്ക്. അവളുടെ പക്ഷത്ത് തന്നെയാണ് തെറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ പടച്ചവൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു ഇവർ തമ്മിൽ തല്ലുകൂടിയാൽ ഇവളുടെ പക്ഷത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അപ്പോൾ അവളെ അടിക്കണം. കിടപ്പറയിൽ കെട്ടിയിട്ട് അടിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള മതമാണിപ്പോൾ ഇത്? ഇനിയിപ്പോ പിന്നെ അവളെ അടിക്കണം, അവളെ ഉപദേശിക്കണം, എന്നിട്ട് അവളുമായിട്ട് കിടപ്പറ ബഹിഷ്കരിക്കണം, അങ്ങനെയൊക്കെയാണോ ഒരു പടച്ചവൻ പറയേണ്ടത്? പടച്ചവൻ പറയേണ്ടത് എന്താണ്? ഹക്കമൻ മിൻ അഹ്ലിഹ ഹക്കമൻ മിൻ അഹ്ലിഹി, 2 പേരിൽ നിന്നും ഏതെങ്കിലും 2 വിധികർത്താക്കൾ വരട്ടെ, അവര് പരസ്പരം സംസാരിക്കട്ടെ, എന്നിട്ട് അവരെന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കട്ടെ. നീതിയുടെ അയാൾക്ക് നീതി അറിയില്ല, പടച്ചവനത് പോട്ടെ, എന്നിട്ട് അങ്ങനെ കൽപ്പിക്കട്ടെ എന്നൊക്കെ പറയേണ്ടതിന് പകരം പടച്ചവൻ പറയണത് ഇങ്ങനെയാണ്, അവളെ നീ അങ്ങ് അടിച്ചോ. അപ്പോ ഇവന് കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം കിട്ടുകയാണ് ഇവർക്ക് 2 പേർക്കും ഇടയിൽ. കുറച്ചും കൂടി ഇവന്റെ കാര്യങ്ങൾ ന്യായീകരിക്കാനും ഒക്കെ ഇവന് കുറച്ചും കൂടി റൈറ്റ് ഇവന്റെ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. പടച്ചവൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പടച്ചവൻ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ നമ്മുടെ മോനാണെങ്കിൽ മോനെ നമ്മൾ വഴക്ക് പറയും, നമ്മുടെ മോളാണെങ്കിൽ മോളെ നമ്മൾ വഴക്ക് പറയും. നമ്മൾ അങ്ങനെയാ പറയാം. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ നേരെ പോകുന്നങ്ങ് കരുതിയാൽ പോരെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ തല്ലുകൂടുമ്പോൾ ഈ പടച്ചവൻ എന്തിനായിരിക്കും എൻ്റെ ഭർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നത്? ഞാൻ രാപകലില്ലാതെ അധ്വാനിക്കുന്നു. വെളുപ്പിനെ ഞാൻ രാവിലെ 6 മണിക്കൊക്കെ മദ്രസയിൽ ക്ലാസ് ഉണ്ട് വലിയ കുട്ടികൾക്ക്. രാവിലെ ഒരു 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് എഴുന്നേറ്റ്, മോൾക്ക് 5 മണിക്ക് പോകണം. മോള് സ്പോർട്സ് താരമായിരുന്നു, അപ്പോൾ അവൾക്ക് പിന്നെ മ്യൂസിയത്തിൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 3:30-4 മണിക്ക് എഴുന്നേറ്റ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ സ്നാക്സ്, ഫുഡ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 5:45 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. മദ്രസയിൽ പോകുന്നു, ട്യൂഷൻ എടുക്കുന്നു, സ്കൂള്, അത് കഴിഞ്ഞിട്ട് ഹോം ട്യൂഷൻസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു 9 മണി. ഈ 9 മണി മുതൽ 10 മണി വരെ വീട്ടിലുണ്ട് ക്ലാസ്. ഇത് കഴിഞ്ഞിട്ടാണ് അടിച്ചു വാരല്, തുടയ്ക്കല്, തുണിയൊക്കെ കഴുകുന്നത് വെളുപ്പിനെ 2 മണിക്കൊക്കെയാണ്.
അന്ന് വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. അപ്പൊ ഇത്രയും അധ്വാനിക്കുന്നു, ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ മാത്രമേ ഈ ടേബിളിൽ പഠിച്ചുകൊണ്ടിരിക്കും, ഇതിന്റെ പുറത്ത് തന്നെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും 1 മണിക്കൂർ, അങ്ങനെ മാത്രമേ ഉറങ്ങൂ. ഇത്ര മാത്രം ഉറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ ഈ പട്ടാളത്തെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. മര്യാദയ്ക്ക് കുടുംബം നോക്കാത്ത ഒരുത്തനെ പിടിച്ച് തലയിൽ വെച്ച് തന്നു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ പോലുള്ള ധൈര്യം ഇല്ല, കാരണം പരലോകത്തെ പഠിച്ചവൻ തീയിലിട്ട് ചൂടും. അപ്പൊ അങ്ങനെയൊക്കെ ഇത്രയും ആയിട്ടും നമസ്കാരവും ഒരേ പ്രാർത്ഥനയും പഠിച്ചവനോട് കരയലും വിളിയലും ഇങ്ങനെയൊക്കെ ആയിട്ടും തിരിഞ്ഞു പോലും നോക്കാം, തൊഴുന്തോറും തൊഴിക്കുന്ന ഒരു പഠിച്ചവൻ. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മളെ അടിക്കാന്നാണ് ഈ പഠിച്ചവൻ പറയണത് അയാളോട്. അയാളുടെ കയ്യിൽ പഠിച്ചവൻ വടി വെട്ടി കൂർപ്പിച്ചു കൊടുക്കുക, അടിച്ചോ. ഇത് എന്ത് തരത്തിലുള്ള പഠിച്ചവനാണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്ക് ഇതിനകത്ത് സമാധാനത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മതത്തെ ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം? നമ്മൾ മതം വിട്ടുപോയി, നമുക്ക് ഈ മതം വേണ്ട, ഇന്ന കാരണങ്ങളുണ്ട്, ഓക്കെ, നമ്മളെ പോകാൻ അനുവദിക്കണം. ഇപ്പൊ കോഴിക്കോട് വന്നു, ഒരു വീടെടുത്താൽ 1 ദിവസം 2 ദിവസം ഇപ്പൊ ഈ വീട് മാറാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു വീടെടുത്ത് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹൗസ് ഓണറെ അപ്രോച്ച് ചെയ്യാം. എന്തിനിങ്ങനെ വിടാതെ ആക്രമിക്കുമ്പോൾ എനിക്ക് ക്രൂരമായ രൂപത്തിൽ ഇവരെ വിമർശിക്കേണ്ടി വരുന്നു, അതിന് പ്രവാചകനെ പറയേണ്ടി വരുന്നു. കാരണം ഈ പ്രവാചകന്റെ പാത പിൻപറ്റുന്ന ആൾക്കാരാണ് നമ്മളെ കൊല്ലാൻ ഇങ്ങനെ നടക്കുന്നത്. ഈ കൈ ഫുള്ള് പോയി അവസാനം ആക്സിഡന്റില്. എന്തോ അക്രമമാണ് ഈ ആക്രമിക്കുന്നത്, ആയുധങ്ങളുമായിട്ട്. ഏത് സമയത്ത് ഇങ്ങനെ പുറകിൽ ഒരു കരിയില അനങ്ങിയാലും ഭയപ്പെടുക, ഇങ്ങനെ ഭയപ്പെട്ട് കാത്തു നിൽക്കുക. നോക്കുമ്പോ എന്താണ്, നമ്മുടെ അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ ഇതുണ്ട്. ഈ പ്രവാചകൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇയാള് ഒരിക്കലും ഈ പ്രവാചകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ പ്രവാചകൻ എന്തോ കാരണം കക്ഷി ഇങ്ങനെയാണല്ലോ, കള്ളനല്ലേ കള്ളനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ കക്ഷി ഉടനെ അലിയോട് വിളിച്ചിട്ട്, അലി എന്ന് പറയുന്ന മരുമോനാ, മോളെ കെട്ടിച്ചു കൊടുത്ത ആളാണ്. അലി ഇങ്ങോട്ട് വന്നേ, ഇന്ന പോലെ ഇന്നൊരു വിഷയമുണ്ട്, ശരി ബാക്കി അലി കൈകാര്യം ചെയ്തോളാം. കാരണം എന്താണ് നബി ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കറിയാം, കൂടെ നടക്കുന്ന ആളാണല്ലോ. ഉടനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് അലി ഓടിപ്പോവുകയാണ് ഇയാളെ വെട്ടാൻ. പോകുമ്പോൾ ഉണ്ട് ഒരു കുട്ടിമുണ്ട് കൊടുത്തിട്ട് അയാളൊരു കിണറ്റിന്റെ കരയിൽ നിന്ന് കുളിക്കുകയാണ്. അലി സന്തോഷത്തോടെ തിരിച്ചു വന്ന്, എന്താ അയാൾക്ക് ലിംഗം ഇല്ലാത്തവനാണ്, കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് സംശയിച്ചെന്ന് ആലോചിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അന്യപുരുഷനോ ഒരു സ്ത്രീയോ കാണുന്നു, നമ്മളൊന്നും ചിന്തിക്കത്തില്ല, ഇതാരാണ്, അത് എന്റെ റിലേറ്റീവ്, തീർന്ന കാര്യം. പക്ഷെ ഈ രൂപത്തിൽ വൾഗറായിട്ട് ഇങ്ങനെ ക്രൂക്കഡായിട്ട് ചിന്തിക്കണമെങ്കിൽ തന്നെ ഇവരുടെ മനസ്സ് എന്തുമാത്രം മലീമസമാണ്. അപ്പൊ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന, അപ്പം ആദ്യം തന്നെ ഇവര് ചിന്തിക്കുന്നത് സെക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ലിംഗം ഇല്ല എന്ന് പറഞ്ഞ് ഇയാൾ വളരെ സന്തുഷ്ടനായിട്ട് തിരിച്ചു വന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്? നമ്മൾ മതം വിട്ടു, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഇത്തരം പടയാളികളാണ് ഈ മതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തല വെട്ടണം, നമ്മളെ ഇല്ലാതാക്കണം. ഞാനിവിടെ കാപ്പാട് ഒരു കട എടുത്തു, ടെക്സ്റ്റൈൽസ്. ആ പള്ളിയിലുള്ള ജുമുഅ കുത്തുബയ്ക്ക്, ഫ്രൈഡേ സ്പെഷ്യൽ പ്രയറിന്റെ കുത്തുബയ്ക്ക് പറയാണ്, അവളുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കരുത്, ഭ്രഷ്ട്. ഒരു 3-4 മാസത്തോളം തുറന്നു വെച്ചിട്ട് ഒരാളൊരു സാധനം വാങ്ങുന്നില്ല. അവസാനം കിട്ടിയ വിലയ്ക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങളും കടയും ഒക്കെ ഉൾപ്പെടെ വിൽക്കേണ്ടി വന്നു. ഈ മതം വിട്ട വേറെ മറ്റു പലരും ഉണ്ട്, ജബർമാഷിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ വിധത്തിലുള്ള ഭീഷണികളോ ആക്രമണങ്ങളോ ഒന്നുമില്ലല്ലോ. പിന്നെന്താ ടീച്ചർക്ക് മാത്രം ഇങ്ങനെ? നമ്മുടെ ഒരുപാട് ഇസ്ലാം മത തീവ്രവാദികളുണ്ട്. പക്ഷെ ഉസാമ ബിൻ ലാദന് അമേരിക്ക കൂടുതൽ ശത്രുവായിരുന്നു. കാരണം അയാളുടെ ചെയ്തികളും അങ്ങനെ തന്നെയായിരുന്നു. അമേരിക്കക്കാരാണ് അയാളെ വളർത്തിക്കൊണ്ടുവന്നത്. ഞാൻ വളർന്നത് ഇവരുടെ ഈറ്റില്ലത്തിലാണ്. ഞാൻ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സ്ഥാപനത്തിലാണ് നിന്നതും പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ അവര് തന്നെ പ്രാസംഗികർ തന്നെ പറയാറുണ്ട്, നമ്മുടെ ചോറ് തിന്നിട്ടാണ് ഇപ്പൊ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന്. ഈ പ്രവർത്തകരൊക്കെ സുന്നികളുടെ ചോറ് തിന്നിട്ടാണ് ഇപ്പൊ സുന്നികൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കാഫി, സുല്ലമി, ഈ ബിരുദങ്ങളൊക്കെ സുന്നി ബിരുദമാണ്. അപ്പോ ഇവർ ചോറ് തന്നതിന്റെ പേരില് ഇവരുടെ സ്ഥാപനത്തിൽ നിന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന ഒരു രീതിയിലാണ് ഇവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാല് ഇതൊന്നുമല്ല ഇതിന്റെ യാഥാർത്ഥ്യം. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് വല്ലാത്തൊരു തരം മത തീവ്രവാദമാണ്. അതുകൊണ്ട് ഈ തീവ്രവാദത്തെ അതേ രൂപത്തിൽ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് മൈൽഡായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അതുപോലെ എതിർകക്ഷിയെ സുഖിപ്പിച്ച് പ്രീണിപ്പിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് എനിക്ക് അങ്ങനെ പറയാനും അറിയില്ല. എനിക്ക് നേരെ വാ നേരെ പോ. ഇത്ര കൊല്ലം ജീവിക്കാമെന്ന് ഞാൻ ഒരാളോടും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് രാത്രി മുഴുമിപ്പിക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല, നേരം വെളുപ്പിക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പട്ടിയെ പോലെ ചാകുന്നതിനേക്കാൾ നല്ലത് പുലിക്കുട്ടിയെ പോലെ ജീവിച്ച് പുലിക്കുട്ടിയെ പോലെ മരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അപ്പോ ഞാനൊരു പക്ഷേ കമ്മ്യൂണിസത്തെ വിമർശിക്കാറുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, BJP വിമർശിക്കാറുണ്ട്, ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കാറുണ്ട്, ഹൈന്ദവതയെ വിമർശിക്കാറുണ്ട്, എല്ലാം. കാരണം ഇപ്പോ ബൈബിളിനെ എനിക്ക് വിമർശിക്കാം, എനിക്കത് അറിയണം, ഞാനത് പഠിക്കണം. ഇപ്പോൾ എനിക്ക് ഭഗവത്ഗീതയെ വിമർശിക്കാം, ഞാൻ വേദമൊക്കെ പഠിച്ചതാ, ഉപനിഷത്തുകളൊക്കെ പഠിച്ചതാ, എനിക്ക് വിമർശിക്കാം. പക്ഷെ ഞാനത് അറിയണം നന്നായിട്ട്. നമുക്ക് ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി, പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് വേണം വിമർശിക്കാൻ.
ഇപ്പൊ ഖുർആനെ സംബന്ധിച്ചാണ് ഞാൻ കൂടുതൽ അറിഞ്ഞിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അറബി പാരായണം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വിമർശിക്കാറുണ്ട്. പിന്നെ എന്നോട് വാചാലത കൊണ്ടാണ് ഇവർ നേരിടുന്നതെങ്കിൽ ഞാനും അതുപോലെ നേരിടും. എന്നെ ഒരിക്കൽ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ച് 2 വട്ടം തന്തയ്ക്ക് വിളിക്കും. എന്നെ ഒന്ന് അടിക്കാൻ കൈപ്പൊക്കെ അതിനു മുമ്പ് ഞാൻ ചവിട്ടി തള്ളിയിടും. അപ്പൊ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ശൈലി ഇവർക്ക് പ്രകോപനം ഉണ്ടാക്കിയേക്കാം. മറ്റുള്ളവരൊക്കെ ഒരുപാട് ഇസ്ലാമത വിമർശകരുണ്ട്, അവരൊക്കെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് പോകുന്നത്. എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് ഇവരെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അനുഭവിച്ച തീവ്രതകൾ, ഈ മതവിശ്വാസികളുടെ ബേസ് എന്താണെന്ന് എനിക്കറിയാം. ഇവരുടെ ഉള്ളില് ഇങ്ങനെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന പക എന്താണ്, വിദ്വേഷം എന്താണ്, ഏത് സാഹചര്യം കിട്ടിയാലും എന്നെ നുരുനുരെ വെട്ടാനുള്ള പകയുമായിട്ട് നടക്കുകയാണ് ഇവര്. അതുകൊണ്ട് ഈ മതം എന്താണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ അവസാന ശ്വാസം വരെ നിലനിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ലോകവ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു നീക്കം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലയിടത്തു നിന്നും അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഈ ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടേ അതിനെ കാണാനായിട്ട്? ഈ ഇസ്ലാമിനെ തകർക്കാൻ കൂടെ ശ്രമമൊന്നും ആവശ്യമില്ല. പയ്യലിയെ തോപ്പിച്ചില്ലം ചുടുന്നത് പോലെ നമ്മളൊരു പക്കിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ AK-47 ഒക്കെ എടുക്കുന്നത്? അല്ലാതെ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മതം. പിന്നെ നമ്മുടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക. ഫ്രാൻസിലൊക്കെ നമ്മൾ കണ്ടില്ലേ, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ട് വരുന്ന രാജ്യത്തേക്ക് ഇവരിങ്ങനെ നുഴഞ്ഞു കയറുക, അവിടെ പോയി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്ലാസ് എടുത്ത് സാമുവൽ പാറ്റി എന്ന് പറഞ്ഞ അധ്യാപകന്റെ കഴുത്ത് വെട്ടുക, ആ ഇറ്റിറ്റ് വീഴുന്ന ചോരയുമായിട്ട് നിന്നിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത്രമാത്രം വർഗീയത. ഇപ്പോൾ ഈ താലിബാന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഇവരെ വിശ്വസിക്കരുത്, ഇവര് ഓരോ സീസണിലായിട്ട് ഇങ്ങനെ തീവ്രവാദം വളർത്തും, അവരുടെ തന്നെ കുറെ ആൾക്കാരെ കൊല്ലും, ഇവർ അഭയാർത്ഥികളായിട്ട് പല നാടുകളിലേക്കും സമാധാനത്തിൽ ജീവിക്കുന്ന പല നാട്ടിലേക്കും ചേക്കേറും, എന്നിട്ട് ആ നാട്ടിലെ സമാധാനം ഇല്ലാതാക്കുക. അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന ഈ താലിബാനിലെ ഉസ്താദന്മാരായിരിക്കും. ഇവരാണ് ഇപ്പൊ ഫ്രാൻസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ നമ്പരുത്, ഇവരെ ഒരിക്കലും കയറ്റാൻ പാടില്ല. അപ്പോൾ ഗൂഢമായിട്ടുള്ള നീക്കമൊന്നും വേണ്ട. ഇത് ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ താലിബാൻ അഫ്ഗാൻ പ്രശ്നം വന്നപ്പോൾ തന്നെ ഏകദേശം ആൾക്കാർ എന്താണ് ശരിക്കും ഇസ്ലാം എന്ന് പഠിച്ചു കഴിഞ്ഞു. കാരണം ഓടിക്കുന്നവന്റെ കക്ഷത്തിലുള്ളതും ഖുർആനാണ്, ഓടുന്നവന്റെ മനസ്സിലുള്ളതും ഖുർആനാണ്. ഇത് രണ്ടും ഇസ്ലാം മതം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കിണഞ്ഞ് പരിശ്രമിക്കുക. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഈ താലിബാനികൾ ഇസ്ലാമിക ഭരണമല്ലേ കൊണ്ടുവരുന്ന? 20 വർഷത്തിന് മുമ്പ് അവർ ഇസ്ലാമിക ഭരണം തന്നെയായിരുന്നില്ലേ? ഇവർ വരുമ്പോഴത്തേക്കിന് ഇവരെന്തിനും കുറ്റിയും പറിച്ചുകൊണ്ട് ഓടുന്നേ? കുഞ്ഞിനെ പറക്കി മുള്ളുവേലിക്ക് അപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുക. എന്തിനാന്ന്? ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയിട്ടല്ലേ ഇവര് തക്ബീർ വിളിക്കുന്നേ? അപ്പൊ പിന്നെ ഇവരെന്തിനും ഓടുന്നേ? ഇവർ ഓടിപ്പോയി സമാധാന രാജ്യത്തിലേക്ക് എന്തിനാ കയറുന്നത്? ജൂതന്മാരുടെ രാജ്യത്തിലേക്ക്. ഓരോ നിമിഷവും അള്ളാഹുവും നബിയും ജൂതന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എന്താണ്ട് ഇസ്രായേലുകാരാണ് ഇപ്പം അന്ധന് കാഴ്ച കൊടുക്കുന്ന ഒരു നൂതനമായ ഒരു സംവിധാനം കണ്ടെത്തിയത്, ശസ്ത്രക്രിയ, പുതിയൊരു ശസ്ത്രക്രിയ. അപ്പൊ ഈ ജൂതൻ കണ്ടുപിടിച്ച എല്ലാ മീഡിയയും ഉപയോഗിക്കുക, ജൂതനെ ഇങ്ങനെ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും അസുഖം വന്നു പറഞ്ഞ് ജൂതന്റെ ചികിത്സ തേടുക. ഇതെന്ത് തരത്തിലുള്ള ന്യായമാണ്? അപ്പോൾ ഇവരെ തീർക്കാനുള്ള ഗൂഢനീക്കം ഒരു ലോകരാജ്യങ്ങളും കണ്ടെടുത്തിട്ടില്ല. ഇവര് തന്നെയാണ് ഇവരിയ്ക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ സമാധാനത്തിന്റെ വക്താക്കളാണ്. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ മതതീവ്രവാദി ഒളിഞ്ഞിരിപ്പുണ്ട്. സാഹചര്യം വരുമ്പോഴേ അത് പുറത്തു ചാടും. ഇപ്പോൾ ഈ 15 വയസ്സുള്ള കുട്ടികളുടെ 14-15 വയസ്സുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുന്നു താലിബാൻ ഭടന്മാര്. ഇപ്പൊ ഇവരെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗൂഗിളിൽ പുറത്തുവിട്ട വാർത്തയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് ഇവർ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ ഭടന്മാരുടെ വിധവകളായിട്ടുള്ള ഭാര്യമാരുടെ ലിസ്റ്റ് എടുക്കുന്നു. ഇവര് ചെയ്യുന്ന ഈ മത തീവ്രവാദം, ഈ 14 വയസ്സുള്ള കുഞ്ഞിനെ ഒരു 54 വയസ്സുകാരനായ മുതുകളവൻ കാമവെറിയോടുകൂടി കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിതാവ് തടയുന്നു. അപ്പൊ പിതാവിനെ വെടിവെച്ച് കൊല്ലുന്നു. ആ കുഞ്ഞ് അപ്സ്റ്റെയറിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഈ 14 വയസ്സുള്ള കുഞ്ഞ് ഇവന്റെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലത് എനിക്ക് മരണമാണ് എന്ന് ആ കുഞ്ഞ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഈ മതവിശ്വാസികളോടുള്ള ഭീകരത, തീവ്രത, ഭയം എത്രമാത്രം ഭീകരമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നെയിൽ പോളിഷ് ഇട്ടതിന്റെ പേരിൽ നഖം വെട്ടിക്കളയുന്നു, കൈ വെട്ടിക്കളയുന്നു. ഇപ്പൊ എന്തോ ഒരു മോഷ്ടിച്ച ഒരു കുറ്റത്തിന് ഒരാളെ പിടിച്ചു, ഒരു റൊട്ടി മോഷ്ടിച്ച പേരിന് അയാളുടെ കൈ ഇവിടെ വെച്ച് വെട്ടുന്നു. എന്നിട്ട് തിളച്ച എണ്ണയ്ക്കകത്ത് കൈ മുക്കി കരിക്കുകയാണ് ആ ഭാഗം. ഇത്രമാത്രം ക്രൂരത മനുഷ്യനോട് ചെയ്യാൻ കഴിയോ? മുഖം മറച്ചില്ല എന്നുള്ള പേരിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് 2 മണിക്കൂർ പബ്ലിക്കിൽ നിർത്തി വിചാരണ ചെയ്യുക. ആ വിചാരണ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ കൊല്ലപ്പെടും, പെട്ടെന്ന് വെടിവെച്ച് കൊന്നാൽ കുഴപ്പമില്ല. ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കൈ 2 പുറകോട്ട് കെട്ടിക്കൊണ്ടുവന്ന് ഒരു പൊതുനിരത്തിൽ ഇറക്കി വിടുന്നു, കല്ലെറിഞ്ഞു കൊല്ലുക. വെടിവെച്ച് കൊന്നോ, ഇത് മരിക്കുന്നില്ല. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കല്ലും കൊടുത്തിട്ട് ചുറ്റും നിന്ന് അള്ളാഹു അക്ബർ, ആ ഓരോ ഏറ് കൊള്ളുമ്പോഴും അവനും വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്നാ. ഇങ്ങനെ കൊല്ലപ്പെടുകയാണ് മനുഷ്യൻ. ഇങ്ങനെ
ഇത്തരം കിരാതമായ ഒരു രീതി ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവരെ തേച്ച് വെളുപ്പിക്കാൻ കഴിയുന്നത്? ഇവരുടെ നിയമം അനുസരിച്ച് സിനിമ കാണാൻ പാടില്ല, TV കാണാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ എടുക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ ഇത് തമ്മിലൊരു വലിയ വൈരുദ്ധ്യമില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം കോൺഫ്ലിക്റ്റാ, എല്ലാം വൈരുദ്ധ്യങ്ങളാ പരസ്പരം. ഒന്ന് പറയും മറ്റൊന്ന് ചെയ്യും. ഇപ്പൊ ജൂതനെ ശപിക്കും, അവരിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് പോലും ജൂതന്റെ ആയിരിക്കും, ജൂതന്റെ കണ്ടുപിടുത്തോ. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് പറയും, ഇത് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്, പ്രൊഫൈൽ പിക്ചർ ഇടരുത്, സംഗീതം ഹറാമാണ്, ഇത് പറയുന്നവരുടെ ചാനലിന്റെ ഫസ്റ്റ് വരുന്നത് മ്യൂസിക്കാ. മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ് പരസ്പരമുള്ളത്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഹലാലാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഹറാം ഏത് ഹലാൽ ഏത് എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോ പെണ്ണ് വിഷയം തന്നെ, ഈ ഉസ്താദുമാർ എത്രയോ കുട്ടികളെ പീഡിപ്പിക്കുന്നു. ഒറ്റ ഉസ്താദുമാരെയും ഇന്നുവരെ ഒരു പള്ളിയും വിലക്കിയിട്ടില്ല. എന്നെയൊക്കെ പള്ളി മഹലിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ഒരു രാജ്യദ്രോഹ കുറ്റവും ചെയ്തിട്ടില്ല, ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല, പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് എന്നെ പിടിക്കപ്പെട്ടിട്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സാമൂഹ്യമായ ഒരു കാര്യങ്ങളും ഞാൻ തെറ്റിച്ചിട്ടുമില്ല, സാമൂഹ്യ മര്യാദകളൊന്നും. എന്നിട്ടും എന്നെ പള്ളി വിലക്കി. പക്ഷേ എത്രയോ കുഞ്ഞുങ്ങളെ 4 വട്ടം 5 വട്ടം ഒക്കെ പീഡനത്തിന് പിടിക്കപ്പെട്ടിട്ടുള്ള മദ്രസ ഉസ്താദുമാരുണ്ട്. അപ്പോൾ അവരെയൊന്നും പള്ളി വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, പള്ളിയിൽ നിന്നും എന്തെങ്കിലും ഇവർക്കൊരു റെസ്ട്രിക്ഷൻ പോലും ഏർപ്പെടുത്തിയിട്ടില്ല. കുറച്ചും കൂടെ പ്രൊമോഷനോടുകൂടി അടുത്ത ജില്ലയിൽ അടുത്ത പള്ളിയിൽ ഇവർ ഹെഡായിട്ടാണ് സ്ഥാനമേൽക്കുന്നത്. ഞാനൊരു 10-16 വർഷം പഠിപ്പിച്ചിരുന്നത്. പല ഉസ്താദന്മാരുടെയും കൈക്കും കോളറിനും കയറി ഞാൻ പിടിച്ചിട്ടുണ്ട്, വിടറാ കുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവരെപ്പോഴും ഒരുമിച്ച് നിൽക്കും, ഇവരുടെ ആൾക്കാരെല്ലാവരും. ഇപ്പോൾ എക്സ് മുസ്ലിംസിന്റെ എതിരെ മുസ്ലിമിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞവരുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എക്സ് മുസ്ലിംസിനെ എതിർക്കുക, നമ്മളിങ്ങനെ ഉള്ള കാര്യം ഉള്ളതുപോലെ പുറത്ത് പറയുന്നു. അപ്പോൾ ഇവർക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരു കാര്യം പറയും, മറ്റൊന്നായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ വാക്കും പ്രവൃത്തിയും വന്ധ്യയ്ക്ക് കുട്ടിയുണ്ടാക്കുന്നത് പോലെയാണ്, ഒരു സാമ്യതയും ഉണ്ടാകില്ല. ഇപ്പോൾ ജൂതനെ ശപിക്കും, എന്നിട്ട് മുസ്ലിങ്ങളെയൊക്കെ ശപിക്കുന്ന ഒരു ഗ്രന്ഥം, മുസ്ലിങ്ങളെ കോപിക്കുന്ന, അവരെ വഴിപിഴപ്പിക്കുന്ന ഒരു പടച്ചോനാണ് നമ്മുടെ ആള്. എന്നിട്ട് ഒരു അമുസ്ലിമിന്റെ തോളിൽ കൈയിടുന്നെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞു പൊങ്ങുന്നത്. കാരണം അമുസ്ലിങ്ങളെ ഒരു തരത്തിലും മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാത്ത ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഖുർആൻ തന്നെ അവരെ മൃഗങ്ങളെക്കാൾ വഴിപിഴച്ചവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു വഴിപിഴപ്പിച്ചവരാണ്, അവര് നരകത്തിന്റെ വിറകുകൊള്ളിയാണ്. അപ്പൊ ഈ ഖുർആൻ ഇത് പറയുമ്പോൾ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടുന്നത്. അപ്പോഴും അവൻ ഈ പ്രാകൃത മതങ്ങൾ വലിച്ചെറിയുകയും മതഗ്രന്ഥങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തിട്ട് അവനൊരു ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ട് ഉറ്റ മിത്രമായിട്ട് സ്വീകരിക്കുന്നത്. അതല്ലാതെ ഈ ഗ്രന്ഥം അനുശാസിക്കുന്നത് പോലെയാണെങ്കിൽ നിങ്ങളെ ഏഴയലത്ത് അവർക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട വളരെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബെൽജിയത്തിലേക്ക് രക്ഷപ്പെട്ട ഒരു കുടുംബം, അവർ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ആ കുടുംബത്തിലെ ഒരു 4-5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഉയർന്ന് തുള്ളിച്ചാടി നിൽക്കുന്ന ഒരു ചിത്രം, അത് ലോകവ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ആ ചിത്രത്തിൻ്റെ താഴെ വന്ന പല കമൻറ്റുകളും, ഒരു കമൻറ്റിൽ എഴുതിയത് എങ്ങനെയാണ്: മുൻപിൽ നടക്കുന്ന അപ്പൻ്റെ മനസ്സിലെ ചിന്ത, ഈ രാജ്യത്ത് എങ്ങനെ നമ്മുടെ മതം വളർത്താം, എങ്ങനെ ഇവിടെ ഉള്ളവൻ്റെ നെഞ്ചിൽ കത്തികയറ്റാം എന്നായിരിക്കും അവൻ്റെ ചിന്ത. വാസ്തവത്തിൽ ഈ പലരെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിക്കാനുള്ള അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ കണ്ടിരുന്നു ആ ചിത്രം. ഏറ്റവും മുമ്പിൽ ഒരു 3-3.5 വയസ്സുള്ള ഒരു കുഞ്ഞും, അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു സ്ത്രീയും, അതിൻ്റെ പുറകിൽ ഒരു പുരുഷനും, അതിൻ്റെ പുറകിൽ ഒരു ചെറിയ ഭാണ്ഡവുമായിട്ടൊരു 6 വയസ്സുകാരി കുഞ്ഞും. ആ കുഞ്ഞു തുള്ളിച്ചാടി പോകുന്ന ഒരു ചിത്രം. ഈ താലിബാനുകളിൽ നിന്നും രക്ഷപ്പെട്ട, വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെട്ട, ചോരക്കളങ്ങൾ ഇനിയും കാണണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ചേതോവികാരമായിരിക്കണം ആ കുഞ്ഞിനെ അങ്ങനെ തുള്ളിച്ചാടാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അഭയം കൊടുത്ത ഒരുപാട് രാജ്യങ്ങൾ നമുക്കറിയാം. ഈ രാജ്യങ്ങളുടെയൊക്കെ സമാധാനം തകർത്തത് ഈ സമാധാനത്തിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എടുത്ത് നോക്കിയാൽ, ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് ഇവിടെ എത്ര ശതമാനം മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്? പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്രയായി? ആ ഒരു സെൻസസ് മാത്രം ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്താൽ മതി, നമുക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നീട് ഈ പാകിസ്ഥാനിൽ നിന്നും ആൾക്കാർ
കുറേശ്ശെ വരാൻ തുടങ്ങി. പിന്നെ പാകിസ്ഥാനും വിഭജിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ ആകുന്നു, ബംഗ്ലാദേശ് ആകുന്നു. അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ഈ കാപ്പാട് ഒരു സ്ഥലമുണ്ട്, കാപ്പാട് 1 കിലോമീറ്ററിനകത്ത് 13 പള്ളികളുണ്ട്. അപ്പൊ ഇവര് പിന്നീട് കയറി വരുന്നു. ആദ്യം ഇവരിങ്ങനെ പള്ളികൾ നിർമ്മിക്കുന്നു, പിന്നീട് അവരുടേതായിട്ടുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നീട് ബയോളജിക്കലി ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ ആൾക്കാരെ മതം മാറ്റി വളരുന്നു. അപ്പോ സമാനമായ സാഹചര്യങ്ങളിൽ ഇവർക്ക് അഭയം കൊടുത്ത എല്ലാ നാടും ഇവർ മുച്ചൂടും നശിപ്പിച്ചിട്ടുണ്ട്. അവസാനം മാക്രോണാണ് ഇവർക്ക് പണി കൊടുത്തത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, റോഹിംഗ്യൻസ് വന്നു. ഒരു തരത്തിലും എൻ്റെ നാട്ടിലേക്ക് ഇവരെ എടുക്കില്ല എന്ന് പറഞ്ഞു. എന്തിന്? ഇപ്പൊ താലിബാനിൽ നിന്നും ഈ അഫ്ഗാനിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അഭയം കൊടുക്കുന്നില്ലല്ലോ. മുസ്ലിങ്ങളല്ലേ, സ്വജനപക്ഷപാതമെങ്കിലും കാണിക്കാമല്ലോ. പക്ഷെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരിവർക്ക് അഭയം കൊടുക്കുന്നു, ഒട്ടകത്തിന് സീറ്റ് കൊടുത്തതുപോലെയാണ് ആ നാട് ഇവര് മുച്ചൂടും തകർക്കും. ആ ചിത്രം വളരെ ശരിയാണ്. നമ്മൾ ആ കുട്ടിയുടെ കൗതുകവും സന്തോഷവും ആഹ്ലാദവും അതിന്റെ നിർഭയത്വവും ഒക്കെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ഓടുന്നവന്റെ കയ്യിലുള്ളത് ഖുർആൻ തന്നെയാണ്. ഈ ഖുർആനിലെ നിയമം അവിടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അവൻ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും. ഒരു മാറ്റവുമില്ല. ഒന്നാമതായിട്ട് ഇവർ വളരുന്നത് ബയോളജിക്കലി. രണ്ടാമതായിട്ട് മതം മാറ്റ കേന്ദ്രങ്ങളിലൂടെയാണ്. ഇപ്പോ 100 വർഷം പഴക്കമുള്ള 100 വർഷത്തിന് മേൽ പഴക്കമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ, കോഴിക്കോട് തർബിയത്തുൽ ബനാത്ത്, അപ്പൊ തർബിയത്തുൽ ഇസ്ലാം. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ എന്നാൽ 100 വർഷത്തിനപ്പുറം ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളേറെ മതപരിവർത്തന കേന്ദ്രങ്ങൾക്കായിരുന്നു ഇവർ പ്രാധാന്യം നൽകിയിരുന്നത്. ഈ സത്യധരണി പോലെയുള്ള കേന്ദ്രങ്ങളിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമാണ്? വളരെ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ തന്നെ പിന്നെ ഇസ്ലാമിലായിരിക്കുന്ന സമയത്ത് പലരെയും സത്യസരണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടുണ്ട്, പലരെയും നിർത്തിയിട്ടുണ്ട്, മതം മാറ്റിയിട്ടുണ്ട്. അവർക്ക് അവിടെ നിന്നൊരു റിമോഡറേഷൻ കൊടുക്കാറുണ്ട്, പൈസയൊക്കെ കൊടുത്ത്. പിന്നീട് അവരെ തന്നെ ഇവരെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട്. ഈ സത്യസരണി എന്ന് പറഞ്ഞത് തന്നെ SDPIക്കാരുടെ കേന്ദ്രമാണ്. SDPIക്കാരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഈ SDPI, മുസ്ലിം ലീഗ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സിമി. അപ്പൊ ഈ സംഘടനകളൊക്കെ വന്നതോടുകൂടിയാണ് ഈ മത തീവ്രവാദവും മതപരിവർത്തനവും ലവ് ജിഹാദും ഇതൊക്കെ വളരെയധികം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത്തരം സംഭവങ്ങളിലൂടെയാണ്. അതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ആരെങ്കിലും മതം മാറി, എത്രയോ ഫിലിം സ്റ്റാറിനെ നമുക്കറിയാം. അവരൊക്കെ അവരുടെ മതത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരൊന്നും മതം മാറ്റിയിട്ടൊന്നുമില്ല. മതം മാറാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അപ്പോ ഈ മതം മാറാതെ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ഒരാണാകട്ടെ പെണ്ണാകട്ടെ മുസ്ലിം ആരാണോ അവരുടെ മതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടിടുന്ന ഒരു രീതി നിർബന്ധിച്ചാണെങ്കിലും പ്രലോഭനത്തിലൂടെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് താലിബാൻ അഫ്ഗാന്റെ വിഷയമാണ്. ഇപ്പോൾ ഈ താലിബാൻ കാബൂളിലെ ജയിലിൽ കുറച്ച് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ എന്തോ വീരചക്രം കണ്ട വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വലിയൊരു പുരസ്കാരം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പോയതാണെന്നുള്ള നിലയിലാണ് ബിന്ദു സമ്പത്ത് എന്ന് പറയുന്ന സ്ത്രീ സംസാരിക്കുന്നത്. ആദ്യകാലത്ത് അവരുടെ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന മോള് പോയപ്പോൾ ഞങ്ങളൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഞാനും ആ ലേഡിയും ഒരുമിച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആ സമയത്ത് ആ ലേഡി പറഞ്ഞത് എനിക്കിപ്പോൾ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാതായിരിക്കുന്നു എന്ന്. എന്നിട്ട് ഈ താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്ത സമയത്ത് ഈ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതിൽ ഒരാള് ആ സ്ത്രീ ആയിരിക്കും. ഈ കേരളക്കരയിലുള്ള ആൾക്കാർ ഒരു അമ്മയുടെ കണ്ണുനീരിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കണ്ണുനീരിലായിരിക്കും സന്തോഷിച്ചിരിക്കുക. കാരണം അവരുടെ മകൻ ആർമിയിലുള്ളതാണ്. അപ്പൊ രാജ്യം സംരക്ഷിക്കുന്ന ഒരു ഭടന്റെ അമ്മയാണ് ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു തീവ്രവാദിയുടെ അമ്മയാണ് ഞാൻ എന്നറിയപ്പെടാനാണ് ആ സ്ത്രീക്ക് കൂടുതൽ സന്തോഷമുണ്ടായിരുന്നത്. അപ്പോൾ അവരേറ്റവും കൂടുതൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാ പറഞ്ഞ. അതായത് അഫ്ഗാനിലെ താലിബാൻകാര് വന്നു, ജയില് മോചിപ്പിച്ചു. ഇവരൊക്കെ ഇപ്പൊ തന്നെ എൻ്റെ മോളിങ്ങോട്ട് വരും. അപ്പൊ ഇവരുടെ പല ഇന്റർവ്യൂകളും കാണുമ്പോൾ നമുക്ക് തോന്നും ആരോ ഇവരുടെ മകളെ അടിച്ച് ഒരു ചൂരലും കൊണ്ട് അടിച്ച് പെട്ടെന്ന് പൊയ്ക്കോ, ഹൂറിയായിക്കോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ, എന്നിട്ട് ഹൂറിയായിട്ട് നമ്മുടെ നാടിനെ പൊട്ടിത്തെറിപ്പിക്കാം, അങ്ങനെ ആരോ അടിച്ചു ഓടിച്ചതുപോലെയാ. NIA-യിൽ എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി, ആ ഇന്റർവ്യൂ നെറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ നിമിഷ ഫാത്തിമയുണ്ട്, സോണിയ സെബാസ്റ്റ്യൻ ഉണ്ട്, വേറൊരു മെറിൻ ജേക്കബ് എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ, ഷെഫീല എന്ന് പറയുന്നൊരു പെൺകുട്ടി. ഇവരിയ്ക്കുമ്പോഴേക്ക് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പാവക്കുട്ടിയെ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ NIA ഉദ്യോഗസ്ഥൻ. അപ്പം ആ കുഞ്ഞിനൊരു 3 വയസ്സ് 3.5 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. അപ്പൊ ആദ്യം തന്നെ ആ കുഞ്ഞ് ആ തല ആ പാവയുടെ
തല കറക്കി 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 എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതാണ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവരാരോ അടിച്ചോടിച്ചതുപോലെയാണ് ഇവർ പറയണതില്ല. അപ്പോൾ അഫ്ഗാനിൽ ഈ താലിബാൻകാർ സ്ഥാനം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഈ സ്ത്രീ വളരെയധികം സന്തോഷിച്ചു. കാരണം എൻ്റെ തീവ്രവാദിയായ മോളെയും അവളുടെ കുഞ്ഞിനെയും ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടുന്ന ഒരു വിഷയം, ഈ 4 സ്ത്രീകളെ ഈ കാബൂൾ ജയിൽ വരെ എത്തിച്ച ആൾക്കാർ ഇപ്പോഴും സ്വതന്ത്രരാണ്. അവര് നമ്മുടെ നാട്ടിൽ മാന്യന്മാരാണ്. തിരുവനന്തപുരം ജില്ലയിൽ ബേക്കറി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിമിഷ ഫാത്തിമയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയത്. അതുപോലെ ഈ 21ഓളം തൃക്കരിപ്പൂർ, പടന്ന, കാസർഗോഡ് ഭാഗത്ത് നിന്ന് പോയ ഏതാണ്ട് 20ഓളം ആൾക്കാർക്ക് MM അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ സംഘടനയുമായി ഇന്റേണലായോ എക്സ്റ്റേണലായോ ബന്ധമുണ്ടായിരുന്നു. അവിടെ പോയ ഒരു റാഷിദ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അവനാണ് ഏറ്റവും കൂടുതൽ വോയിസ് സന്ദേശങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പല മാർഗത്തിലൂടെയും പല മീഡിയകളിലൂടെയും വിട്ടിരുന്നത്. അവൻ്റെ ഏതാണ്ട് ഒരു 10ഓളം വോയിസ് എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അവൻ അവസാനം വിട്ട ഒരു വീഡിയോ 21ാമത്തെ എൻ്റെ വോയിസ് സന്ദേശമാണെന്ന് പറഞ്ഞു വിട്ടതാ. ഒരു അമുസ്ലിമിനെയെങ്കിലും നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ട്രക്കടിച്ച് കൊല്ല്, ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് കൊല്ല്, ഒന്നും അല്ലെങ്കിൽ ഒരു കത്തിയെങ്കിലും എടുത്ത് കൊല്ല്, അല്ലെങ്കിൽ റെയിൽവേയിൽ പാളം തെറ്റിക്ക്. അപ്പോൾ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന, ഇവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഗുണമാണ് മനുഷ്യനെ കൊല്ലുക. അപ്പൊ ഇത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരു സാഡിസ്റ്റ് അള്ളാഹു. കാരണം അള്ളാഹു ഇപ്പം ഒരു മാനിനെ ഓടിക്കുന്ന പുലി, ഈ പുലി പറയുന്നത് എന്താണ്? അള്ളാഹുവിനോട്, പഠിച്ചോനെ എനിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം വേണം. മാൻ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് എൻ്റെ ജീവൻ വേണം. ഇതിൽ ആരുടെ കൂടെ ആയിരിക്കും നീതിമാനായ ഒരു രക്ഷിതാവ് നിൽക്കുക? അപ്പൊ ഈ രക്ഷിതാവിന് അറിയാം ഈ പുലി ഈ മാനിനെ കടിച്ചു കീറും. അറിയാമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സാറിന് അറിയാം ഞാൻ ആക്രമിക്കപ്പെടും, എന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ സാറിന്റെ അറിവ് കൊണ്ട് എനിക്കെന്ത് ഗുണം? സാറിന് എന്നെ എങ്ങനെയും സേവ് ചെയ്യാൻ പറ്റണ്ടേ? ഇപ്പോ ഞാൻ ഒരുപാട് തീവ്രവാദികളുടെ വലയത്തിലാണ്, എന്നെ അവർ കൊല്ലും. അപ്പൊ സാറിന് ഒരു സഹജീവി സ്നേഹമുണ്ടെങ്കിൽ സാർ എന്ത് പറയും? ടീച്ചർ ഒരു കാര്യം ചെയ്യും, കുട്ടികളെ എടുത്തിട്ട് എൻ്റെ വീട്ടിലോ, മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം, അല്ലെങ്കിൽ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്തായാലും ശരി, ആദ്യം എൻ്റെ ശരീരത്തിൽ കുത്തേറ്റിട്ടേ നിങ്ങൾക്ക് കുത്തേക്കുൾ. സ്നേഹമുള്ളവർ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ആരും അറിയാതെ നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും ഒരിടത്തേക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഷെൽട്ടറിലേക്ക് മാറ്റിത്തരാം. അതല്ലാതെ നിങ്ങൾ പറയണേ എനിക്കറിയായിരുന്നു ജാമിദ ടീച്ചർ കാണാതാക്കപ്പെടും, അവരിങ്ങനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടും, അവരിങ്ങനെ കയ്യും കാലും ഒക്കെ പലയിടത്തായിട്ട് ഛേദിക്കപ്പെട്ട് കിടക്കുന്നൊക്കെ എനിക്കറിയാമായിരുന്നു. എന്ത് കാര്യം? അപ്പൊ ഇതെല്ലാം അറിയുന്ന ഒരു പടച്ചവൻ, ഒരു സാഡിസ്റ്റ് പടച്ചവൻ മുകളിലുണ്ട്. അപ്പൊ ഈ പടച്ചവൻ ഇതെല്ലാം അറിയാം. നിമിഷ ഫാത്തിമ ഇസ്ലാമിന് വേണ്ടി അവിടെ പോകും, അമ്മ ഇവിടെ ഇങ്ങനെ സൗന്ദര്യ നാടകം കളിക്കും, എന്നിട്ട് അഫ്ഗാനില് താലിബാൻകാർ വരും, ഇവരെ മോചിപ്പിക്കും, പിന്നീട് ലൈംഗിക അടിമകളായി പിടിക്കപ്പെടും. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ഒരു പടച്ചവൻ. ഇപ്പോ സാറ് മതം മാറുമെന്നും ഞാൻ മതം വിടുമെന്നും വ്യക്തമായിട്ട് അള്ളാഹുവിന് അറിയാം. പിന്നെ ഇവരെന്തിന് ആയുധം എടുക്കണം? കാരണം ഇത് രണ്ടും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ കുഞ്ഞിന്റെ സന്തോഷമുണ്ടല്ലോ, ആ കുഞ്ഞ് ഇപ്പൊ നമ്മൾ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബെൽജിയത്തിലേക്ക് എത്തിയ. അപ്പൊ ആ കുഞ്ഞ് അങ്ങനെ താലിബാനിൽ കിടന്ന്, അഫ്ഗാനിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടണം, ഭയപ്പെടണം, എന്നിട്ട് ഓടിപ്പോയി അത് സന്തോഷിക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ കിതാബിൽ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകളാണ്. അഫ്ഗാൻകാർ ഇവരുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടണമെന്നും ഓടണമെന്നും, താലിബാൻകാർ ഇവിടെ വന്നിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ തോക്കുമായിട്ട് കിടന്ന് കളിക്കണമെന്നും ഒക്കെ നേരത്തെ തന്നെ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോ സ്വാഭാവികമായും ഇവർ ശ്രമിക്കുന്നത് എന്താണ്? അഫ്ഗാൻകാരെ ഇരട്ടി സൈന്യങ്ങളുണ്ട്, അവരെ പ്രതിരോധിച്ചു നിന്നില്ല. കാരണം രണ്ടും ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇവരെ എതിരിടാത്തത്. ശരിക്കും ആയുധ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു. 20 വർഷം അമേരിക്ക ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ താലിബാനികൾ അഫ്ഗാനിലെത്തി, ഒരുപാട് യുദ്ധവിമാനങ്ങൾ, ഇതൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ ഇവർക്കറിയില്ല. ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഈ ആയുധ ശേഖരങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് ആകെ അറിയുന്നത് എന്താണ്? വെട്ടിക്കൊല്ലുക, ഇത് പിടിച്ചടക്കുക, കുറെ പെണ്ണുങ്ങളെ ഭോഗിക്കുക, പിന്നെ കുറെ വാരിയിട്ട് തിന്നുക. ആ രാഷ്ട്രപതിയുടെ ഒക്കെ ഭവനിൽ കയറി എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പോലും അറിയാതെ ചുറ്റിനും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ രീതി കണ്ടില്ല. കാരണം അവർക്ക് ആ മാനേഴ്സ് അതൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് ഈ പൊട്ടാനും പൊട്ടിത്തെറിക്കാനും മാത്രമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികൾക്ക് ഇങ്ങനെ ആകാനേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഈ അഫ്ഗാനിസ്ഥാനില് താലിബാൻകാര് വന്നു, നിലയുറപ്പിച്ചു. അഫ്ഗാനികൾ ഇവരെ എതിരേറ്റില്ല, ഇവരെ ഒന്നും എതിർത്ത് നിൽക്കാതെ പരാജയം സമ്മതിച്ചു കൊടുത്തു. രണ്ടും ഈക്വല.
ഒരു കക്ഷികൾ തന്നെയാണ്. അപ്പൊ ഇവർക്കറിയാം, താലിബാനികൾക്കറിയാം ഈ അഫ്ഗാനികൾ രക്ഷപ്പെട്ടു പോയാൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ അഭയം സ്ഥാപിക്കും. അങ്ങനെ അതുവഴി നമ്മൾ കുറച്ചുകൂടി ഭൂരിപക്ഷമായി വരും. അപ്പോൾ അവിടെ ചെന്ന് താലിബാനികൾക്ക് ചെന്ന് എന്ത് ചെയ്യാം? ക്ലാസ് എടുക്കാം, അങ്ങനെ മതം വളർത്താം. അതുകൊണ്ട് എവിടെ ചെന്നാലും ഇവരുടെ സ്വഭാവം പുറത്തെടുക്കും, ഇവരത് കാണിക്കുകയും ചെയ്യും. ഈ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഈ IS-ലൊക്കെ ചേരാൻ പോയിട്ടുള്ള ഒരുപാട് പേര് അവര് വെറും വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരൊന്നുമല്ല, മറിച്ച് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല അറിവുള്ളവരായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഇതിൽ പ്രേരിപ്പിക്കാനുള്ള ഘടകം എന്താണ്? അവർക്കറിയാമല്ലോ ഈ സിറിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ അമേരിക്കയുടെ ബോംബിങ്ങിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ പോയി ഇനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ലെന്നും അവിടെ പോയി ചത്തുകെട്ട് പോകുന്നുള്ളതും അവർക്കറിയാം. അപ്പൊ പിന്നെ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? സാർ പറഞ്ഞതിലൂടെ തെറ്റുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇല്ല, വിവരവും വിദ്യാഭ്യാസവും രണ്ടാണ്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വിവരമുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നുമില്ല, വിദ്യാഭ്യാസമുള്ളവർക്ക് വിവരം ഉണ്ടാകണമെന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ റാഷിദ് അബ്ദുള്ള എന്ന് പറഞ്ഞ ISIS-ലേക്ക് പോയ പയ്യൻ നിച്ച് ഓഫ് ട്രൂത്തിലെ അയാളുടെ പീസ് സ്കൂളിലെ പ്രൊഫസർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ് ആള്. പിന്നെ പോയ ആൾക്കാരൊക്കെ പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ് പോയത്. അപ്പൊ ഇവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ടായിരുന്നില്ല. ഇപ്പൊ NIA-ക്കാർ ചെയ്ത ഇന്റർവ്യൂല് നിമിഷ ഫാത്തിമ പറയുന്നുണ്ട്, ഇസ്ലാമിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അമ്മ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടല്ലോ, അമ്മയെ കാണണ്ടെങ്കിൽ അത് പഠിച്ചോന്റെ വിധി ഉണ്ടെങ്കിൽ കാണണം, അമ്മ ഓരോന്ന് പറയണതല്ലേ. എനിക്കിപ്പോ ഇസ്ലാമിന് വേണ്ടി, അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം പഠിച്ചോ നോക്കിക്കോളൂ. അപ്പൊ അത്രയ്ക്കുള്ള വെളിവേ ഉള്ളൂ. എന്നിട്ട് ആ പെണ്ണ് പറയുന്നുണ്ട്, ഇതിന്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ചൊക്കെ നന്നായിട്ട് എനിക്കറിയാമായിരുന്നു. ഇവിടെ വരും, കെട്ടിയോൻ പോയി പൊട്ടിത്തെറിക്കും, പാകിസ്ഥാനിൽക്കാരുടെ വെടിയേറ്റ് ചാവും. അത് കണ്ട് എന്നെ ഇങ്ങനെ 54 വയസ്സുകാരനും 53 വയസ്സുകാരനും ഒക്കെ ഇങ്ങനെ ലൈംഗിക അടിമയാക്കി പിടിക്കും, കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞടുത്ത തീവ്രവാദിയായിട്ട് വളരെ അടുത്ത മൈമൂനിയായിട്ട് അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇനിയിപ്പോൾ തിരിച്ച് ഈ നാട്ടിലേക്ക് വന്നാൽ തന്നെ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ തീവ്രവാദികളായിട്ടുള്ള, അപ്പൊ ഇവരെ തീവ്രവാദത്തിലേക്കാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ പെണ്ണുമായിട്ടുള്ള ഇന്റർവ്യൂ, ഈ നിമിഷ ഫാത്തിമയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമ്മൾ തരിച്ചിരുന്നു പോകും, ഒരു ഗിൽറ്റി കോൺഷ്യസും ഇല്ല. നമ്മൾ എന്തോ വലിയൊരു ഒരു മല മറിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച പോലെയുള്ള പ്രതീതിയാ. ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, ഇസ്ലാമിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പുണ്യമല്ലേ. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെ ജയിലിലാക്കപ്പെടും, അതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം പരലോകത്തുള്ള ജീവിതമാണ് നമ്മുടെ. പരലോകത്തിൽ പെണ്ണിനൊന്നുമില്ല, ഇവിടെ പുരുഷനെ സുഖിപ്പിക്കുക, അവിടെയും പുരുഷനെ സുഖിപ്പിക്കുക. അവിടെ ആണെങ്കിൽ ഈ പെണ്ണുമില്ല. മറ്റേ 72 പേരിങ്ങനെ മാറി മാറി കെട്ടിയവനുമായിട്ട് അഴിഞ്ഞാടുമ്പോഴത്തേക്കിന് ഈ പെണ്ണിങ്ങനെ നോക്കി വെള്ളം ഇറക്കുക എന്നുള്ളതല്ല ഒരു വഴിയിൽ. ഇവർക്ക് സ്വർഗ്ഗം പോത്തൂല, നരകത്തിൽ കിടന്നിട്ട് കാണാനേ പറ്റുള്ളൂ. ഇതൊക്കെ അറിയണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കുറെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നമ്മുടെ പേരിനോടൊപ്പം 5 6 അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ചേർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ആ വിവരം വേണം, ആ ഒരു വിവേചന ബുദ്ധി വേണം. എൻ്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? എനിക്കൊരു കുട്ടിയുണ്ട്, ഈ കുട്ടിയെ ഞാൻ എങ്ങനെ വളർത്തും? ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ ജനാധിപത്യമുണ്ട്, സെക്യുലറിസം ഉണ്ട്. എൻ്റെ നാട്ടിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും മതമില്ലാത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നു. അപ്പൊ ആ നാടിന്റെ മാധുര്യം അറിയണമെങ്കിൽ വേറൊരു നാട്ടിലേക്ക് എറിയപ്പെടണം. അപ്പൊ ഈ താലിബാനിൽ പോയി കഴിഞ്ഞപ്പോൾ, അഫ്ഗാനിൽ പോയി ജയിലിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതാണ്. പക്ഷേ പുറത്തു പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ലോകം പറയുമല്ലോ. ഇപ്പൊ MM അക്ബറിന് അറിയാം നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങൾ, മുജാഹിദ് വാൽശ്ശേരിക്ക് അറിയാം, അലിയാർ കാസ്മിക്കരെ ഇവർ പറയില്ല. കാരണം ഇവരുടെ ഉപജീവന മാർഗം കൂടിയാണിത്. ഇവർക്ക് ഇതുകൊണ്ട് ജീവിക്കണം, ഇവർക്ക് വേറെ പാടത്ത് പണിയെടുക്കാനൊന്നും അറിയില്ല. അപ്പൊ ഇവർക്ക് ഇതുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഈ മതം ഇങ്ങനെ നിലനിന്നേ പറ്റുള്ളൂ. അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ISIS-ലേക്ക് പോകുന്നത്. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. പിന്നെ കുറച്ച് എടുത്തുചാട്ടം. ഇപ്പൊ അഖില ഹദിയ, ഇപ്പൊ വേണമെങ്കിൽ ആ പൊന്നമ്മ ചേച്ചിക്കും അശോകനും ഒക്കെ ഒരുമിച്ച് വിടുന്ന നെഞ്ചിലടിച്ച് നിലവിളിക്കാമായിരുന്നു. അപ്പം ഞങ്ങൾ, കാരണം ഇപ്പൊ എനിക്കുള്ള ചാരിതാർത്ഥ്യം, നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ, നിങ്ങൾ മതം വിട്ടു, അങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നു, എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനൊക്കെ ഇങ്ങനെ ബലിയാടായിട്ട് മുറിഞ്ഞു വീണിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാബൂൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൽ 100 കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുമായിരുന്നു അവിടെ. മുസ്ലിങ്ങൾ റേറെ ഉണ്ടാകുള്ളൂ, കാരണം ഇവർ കടമെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു മുസ്ലിം പുരുഷൻ ഒരിക്കലും അവൻ്റെ ഭാര്യയോ അവൻ്റെ ഉമ്മയോ അവൻ്റെ മകളെയോ ഒന്നും സിറിയയിൽ കൊണ്ടേ പൊട്ടിത്തെറിപ്പിക്കില്ല. കാരണം അവർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. നമുക്ക് ആരാൻ്റെ മതത്തിൽ നിന്നും കടമെടുത്ത് അവർ പോയി പൊട്ടിത്തെറിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ഞാൻ ഒരു 2 വർഷത്തിന് മുമ്പ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. DC ബുക്സിൻ്റെ കോഴിക്കോട് ബീച്ചിലായിരുന്നു. ഒരുപാട് ആൾക്കാർ, അന്ന് എനിക്ക് ത്രെട്ടൊക്കെ ഉണ്ടായിരുന്നു, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഞാൻ രക്ഷപ്പെട്ടത് അവിടെ നിന്ന്. അപ്പോൾ ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോലീസുകാരുടെ വലയത്തിൽ നിൽക്കുക, ഞാൻ ജോസഫ് മാഷൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും കുറേ അധികം പെൺകുട്ടികൾ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് കയറുന്നു. ടീച്ചറെ നമുക്കൊന്ന് കാണണം, ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? എന്ത് ഇൻ്റർവ്യൂ മോളെ? പ്രൊഫഷണൽ ഇൻ്റർവ്യൂകളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ലോക്കൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ആ വനിതാ പോലീസിനോട് പറഞ്ഞു, ആ ഒരു കുട്ടിയെ കയറ്റിവിടെ, കുട്ടി സംസാരിച്ചോട്ടെ. അപ്പോൾ കുട്ടി പറഞ്ഞു, ടീച്ചർ ഞാനൊരു അഫെയറിൽ കുടുങ്ങിയിരിക്കുക. അപ്പോൾ കോട്ടയത്തുള്ള കുട്ടിയാണ്.
ഇവിടെ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിക്കുന്നത്, നടക്കാവ്, കോഴിക്കോട്. അപ്പോൾ ഞാൻ കുറേ കുട്ടികളുണ്ട്, ഞങ്ങളൊരു അഫെയറിൽ കുടുങ്ങിയിരിക്കുക, ഞങ്ങളിങ്ങനെ മതം മാറണം എന്ന് ആ പയ്യൻ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ന്യൂഡായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോ കോളിൻ്റെ വിഷ്വൽസും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ വിഷ്വൽ അവർ പുറത്ത് വിടുന്നെങ്കിൽ അങ്ങ് വിട്ടോട്ടെ, നീ അങ്ങോട്ട് പറഞ്ഞു നോക്കിയേ, ബോൾഡ്. നീ അത് പേടിക്കുമ്പോൾ നിന്റെ ഒരു ബ്ലാക്ക് റിമാർക്കാകും. കാരണം അവർക്ക് നിന്നെ അടിക്കാനുള്ള അടിയ ഒരു കാലത്തും അവരത് പുറത്തു വിടില്ല. അവരിത് കാണിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ലോ പോയിസൺ തന്ന് ഇങ്ങനെ അവരുടെയിലേക്ക് ആകർഷിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു 256 കുട്ടികളുള്ള ഒരു 3-4 ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് ഇപ്പോഴും ഉണ്ട് ആ ഗ്രൂപ്പ്. അങ്ങനെ ഈ ഗ്രൂപ്പിലൂടെ ഈ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനെ ജീവിക്കാം, നിങ്ങൾക്ക് ഒരുമിച്ച്, ഒരു മുസ്ലിം പയ്യനാണോ ജീവിച്ചോ, മതം മാറണ്ട. കാരണം നിനക്ക് നിന്റെ മതത്തിൽ വിശ്വസിച്ചോ, അവൻ്റെ മതത്തിൽ വിശ്വസിച്ചോട്ടെ, ഒരുമിച്ച് ജീവിച്ചോ, ഇന്റർ കാസ്റ്റ് മാരേജിനൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത്, അത് തന്നെ ഒരു പുരോഗമന സമൂഹം. അങ്ങനെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾക്ക് ഒരു നല്ല സന്ദേശം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. ഈ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് വാസ്തവത്തിലുള്ളത് തന്നെയാണോ, അതോ അതൊരു മറ്റൊരു അതൊരു ജിഹാദിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ എത്രയോ നമുക്കറിയാം ഇന്റർകാസ്റ്റ് മാരേജുകൾ നമ്മുടെ നാട്ടിൽ, അതിന് ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടിയെ അല്ലെ ഒരു ആൺകുട്ടിയെ പരസ്പരം സ്നേഹിക്കുന്നു, അവരൊരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം എടുക്കും, അതിനകത്തൊരു തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സാറിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ലായിരുന്നു. കാരണം ലവ് ജിഹാദ് ഉണ്ടോ? ഇപ്പം താലിബാൻകാരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന അഫ്ഗാനിലെ പെണ്ണുങ്ങൾ വെറും ഒരു ആരോപണം മാത്രമല്ലേ ഞാൻ ചോദിക്കുന്നത്? അല്ല, ആരോപണമാണോ? ആ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളായിരുന്നോ? ബേസിക്കലി മുസ്ലിം ആയിരുന്നോ? അല്ല, ജനറ്റിക് മുസ്ലിം അല്ല. അവരെ കടമെടുത്തതാണ്, പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തിയതാണ്, ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതാണ്, കൊണ്ടുപോയതാണ്. ഇപ്പൊ അഖിലാഹാദിയുടെ വിഷയം, ഇപ്പൊ ആ പെൺകുട്ടിയും ഇതുപോലെ വലയിൽ അകപ്പെടുത്തിയതാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഒറ്റ വെള്ളിയാഴ്ച അന്ന് 98 ലക്ഷം രൂപയാണ് ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് പിരിച്ചത്. അവർ തന്നെ പുറത്തുവിട്ട കണക്കാണ്. എന്നിട്ട് ആ കുട്ടിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയുടെ വീട്ടിൽ പോയി മാർച്ച് നടത്തുക, അയാളുടെ വീടിന് കല്ലെറിയുക, അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. എന്തിന്? ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ളവർ സ്വീകരിച്ചോട്ടെ, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അവകാശ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആയിക്കോട്ടെ, ഏത് മതത്തിലും ജീവിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് നിർബന്ധമായി ഒരു മതപരിവർത്തനത്തിന്റെ അജണ്ട ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. ഇപ്പം എളമരം എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം അച്ഛനും അമ്മയും ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും, പക്ഷേ ഈ പെൺകുട്ടി മുസ്ലിം ആയിരിക്കും. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ID കാർഡ്? ഇതിന്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഒരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുല്ലുപോലെ വക്കീൽ നോട്ടീസ് ഒപ്പിട്ടിങ്ങ് വാങ്ങിച്ചു. ചെയ്യാൻ പറ്റും, നിങ്ങളങ്ങ് ചെയ്തോ? എനിക്ക് പറയാൻ നിങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി താന്നേ. ഇപ്പൊ മിനിഞ്ഞാന്നുണ്ട് പിന്നെ അലിയാർ കാസിമി പറഞ്ഞിരിക്കുന്നു, അള്ളാഹു കഞ്ചാവാണെന്ന് പറഞ്ഞ ജാമ്യതയ്ക്കെതിരെ എന്താണ് കേസ് എടുക്കാത്ത? ഞാൻ തൊഴുതു പറയാണ്, ഇവരൊരു കേസ് എടുക്കട്ടെ. എന്റെ പേരിൽ ഒരു കേസ് വന്നാലല്ലേ എനിക്ക് അവരെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അവസാനം ജഡ്ജിനെ നോക്കിക്കോണം, അയാൾ ചിലപ്പോൾ മതം വിടാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ സത്യം പറയും, ഈ ഖുർആൻ ഹദീസ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കും. പിന്നീട് എന്തായാലും മുസ്ലിം ജഡ്ജ് ആണെങ്കിൽ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം അയാൾ മതം വിട്ടുപോകും നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലവ് ജിഹാദ് ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതായത് ഈ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ വിദ്യാർത്ഥി വിഭാഗമുണ്ട്. അപ്പൊ ഇവരെ ബാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായി സിമിയൊക്കെ തീവ്രവാദം കണ്ടിട്ട് സർക്കാർ ബാൻ ചെയ്തതാണ് സംഘടന. അപ്പൊ ഇന്നലത്തെ പഴയ ചോറ് ഇന്ന് അരച്ച് ഇഡ്ഡലി ആക്കുന്നത് പോലെ അടുത്ത സംഘടന പൊങ്ങി വരും. അങ്ങനെ വ്യാപകമായ രൂപത്തിൽ ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ പ്രീണനമുണ്ട്, പീഡനമുണ്ട്, ബ്ലാക്ക് മെയിൽ ഉണ്ട്. ഇപ്പോൾ ഒരു 2 മാസമായിട്ടേ ഉള്ളൂ ഈ കോഴിക്കോട് സരോവരം പാർക്കിൽ ഒരു പയ്യൻ വന്നിരുന്നിട്ട്, ഞാനത് വീഡിയോ എടുത്തത്, ഒരു സരോവരം പാർക്കിൽ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു. വിവാദമായ ഒരു വിഷയമായിരുന്നു. എന്തെല്ലാം വിഷയങ്ങൾ. അതുപോലെ തന്നെ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, അത് അമുസ്ലിം കുട്ടിയായിരുന്നു, രാവിലെയും രാത്രിയും ഒക്കെ മെസ്സേജ് അയച്ച് ഒടുവിൽ ആ കുട്ടി മതം മാറാൻ വേണ്ടിയിട്ട് വില്ലിങ്ങായി തയ്യാറായി വന്നു. അപ്പൊ ഇങ്ങനെ വ്യാപകമായ രൂപത്തിൽ ഒളി അജണ്ടകൾ ഇവിടെ നടപ്പിലാകുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അടിയേക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതോടുകൂടി തന്നെ ഒട്ടുമിക്ക ആൾക്കാരും കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി, പഠിച്ചു തുടങ്ങി, മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നപ്പോഴേക്കാണ് ഇവർ വീണ്ടും ആയുധത്തിന് മൂർച്ച കൂട്ടുന്നത്. ടീച്ചർ പറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ കേരളത്തിലും ഈ ജിഹാദി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ്? കേരളത്തിൽ ജിഹാദി പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഈ സാഹചര്യത്തിൽ പ്രസക്തിയില്ല. കാരണം നമ്മുടെ കേരളം മുഴുവനും ജിഹാദികൾ വിഴുങ്ങിക്കഴിഞ്ഞു. കേരളം ജിഹാദികളുടെ കൈകളിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോ നമ്മൾ പറയുന്നു ഒരു നല്ല സെക്യുലർ പാർട്ടിയാണ് LDF എന്ന് പറയുമ്പോഴും അമ്മായിയപ്പനും മരുമോനും കൂടി അവിടെ കയറിയിരുന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ
ഒരു വാർത്ത വായിക്കുകയാണ്, ഒരു പത്രസമ്മേളനം. അതിനകത്ത് പറയാണ് പ്രവാചകൻ സെക്യുലറിസ്റ്റ് ആയിരുന്നു. ഈ ഒരു വിശ്വാസിയായിട്ട് എനിക്കറിയില്ല ഇതുവരെ. ഞാൻ അറബി കോളേജിലൊക്കെ പഠിച്ച് ഈ പ്രമാണങ്ങളൊക്കെ പഠിച്ചപ്പോൾ അയാളൊരു തീവ്രവാദിയാണ്, ലക്ഷണമൊത്ത ഒരു വർഗീയവാദിയാണ്. അയാളാണ് ആദ്യമായിട്ട് പൊതുവിദ്യാഭ്യാസം തുടങ്ങി, അയാൾ മതവിദ്യാഭ്യാസമാണ് തുടങ്ങിയത്. ഇങ്ങനെ ആരെയാണ് ഇവർ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ജിഹാദി പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് മതപരിവർത്തനത്തിന്റെ രൂപത്തിൽ മാത്രമല്ല, അനാഥാലയങ്ങളുടെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ആരെ എടുത്താൽ മർക്കസ് AP, അയൽക്കണ്ട അനാഥാലയം, നമ്മുടെ അബ്ദുൽ നാസർ മഅ്ദിനി, ഇവരൊക്കെ അനാഥാലയത്തിന്റെ പിന്നിലായിരുന്നു ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോ അതായത് ഫണ്ട് വരണം, ആ പൈസയെ നമുക്കൊന്ന് വെളുപ്പിക്കുകയും ചെയ്യണം. ഈ വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ചാരിറ്റി പ്രവർത്തകൻ, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഫിറോസ് കുന്നംപറമ്പിൽ. അയാളൊരു ഓട്ടോക്കാരനായിരുന്നു, ഒരു ഓട്ടോ തൊഴിലാളി. ഇന്ന് കോടികളുടെ സമ്പത്തുണ്ട് അയാൾക്ക്. അയാളാണിപ്പോ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷന്. താവനൂർ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ KT ജലീലിനെതിരായിട്ട് മത്സരിച്ചിരുന്നു, തോറ്റുപോയി. അപ്പോൾ ഇത്രയധികം പണം എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ മലദ്വാർ ഗോൾഡ് എവിടൊക്കെ വെച്ചിട്ടാണ് ഈ ഗോൾഡ് ഇവിടെ കൊണ്ടുവരുന്നത്? ഈ സ്വർണ്ണക്കടത്ത് നമുക്ക് അറിയാം, എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലുണ്ടാവും സ്വർണ്ണക്കടത്ത്. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഈ മയക്കുമരുന്നായിരുന്നാലും, കഞ്ചാവായിരുന്നാലും, കള്ളായിരുന്നാലും, ഈ സ്വർണ്ണക്കടത്തായിരുന്നാലും, ഇതിന്റെ ഒക്കെ പിന്നിൽ ഈ ജിഹാദി പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിനുള്ള ഫണ്ട് ഇപ്പോൾ 2 സ്ത്രീകളെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണുങ്ങള് എന്നെ ആയിരുന്നു ഒന്നാമതായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ ആ പെണ്ണിന്റെ അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? അപ്പോൾ ഈ ജിഹാദികൾക്ക് പുറത്തുനിന്ന് നല്ല രൂപത്തിൽ ഫണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കമല സുരയ്യയെ സമദാനി മതം മാറ്റി. അതിൻ്റെ പേരിൽ സമദാനിക്ക് കോടിക്കണക്കിന് പണമാണ് കിട്ടിയത്. ഇത് നമുക്ക് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ലീലാമേനോൻ തൊണ്ട പൊട്ടിപ്പറഞ്ഞു അവരിത് ലോകത്തോട്. പക്ഷേ ഒറ്റ ഒരാൾക്കും കമല സുരയ്യയുടെ വിഷയം ഈ കേരളക്കരയിൽ ഇരുന്നിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കമല സുരയ്യയോട് ഇന്നേക്ക് 10ാം നാൾ നിന്നെ ഞാൻ വിവാഹം കഴിക്കും, നീ എൻ്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരെ ബ്രെയിൻ വാഷ് ചെയ്തത്. എന്നിട്ട് ആ കടവിലിട്ടിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ചു. 50 വയസ്സുള്ള തള്ളയുടെ പ്രായമുള്ള പെണ്ണിനെ ഈ സമദാനി പീഡിപ്പിച്ചു. അയാൾ വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ISIS കൊണ്ടുപോയ ആൾക്കാർ ഇപ്പോഴും ഇവിടെ മാന്യന്മാരായിട്ട് വിലസുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ പിന്നിലാണ് ഈ ജിഹാദി പ്രവർത്തനങ്ങൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഈ NRC വന്നു, NRCയുടെ നിയമം വരാൻ വേണ്ടിയിട്ട് വന്നു. അതുപോലെ CAA ഇത് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ജിഹാദികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1921 ധരിച്ചിരുന്ന അതേ വേഷം ധരിച്ച്, അതേ ബെൽറ്റൊക്കെ ധരിച്ച് ഇവര് പൊതുനിരത്തിലിറങ്ങി ധർണ നടത്തിയിരുന്നു. അവര് വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്ന് 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇതിൽ പരം ജിഹാദി പ്രവർത്തനം എന്താണ് വേണ്ടത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പയ്യൻ 2-3 പച്ച ബെൽറ്റൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അബ്ദുള്ള കുട്ടിയുടെ അവന്റെ കൗത്തറുക്കും, ഇവിടുത്തെ ഒരു രീതിയാണ്, കഴുത്തെന്ന് പറയില്ല, കൗത്ത്. അപ്പം ഇവർക്ക് അറുക്കലും കൊല്ലലിപ്പോ ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് ഇവർ വാള് തന്നെ എടുക്കുന്നത്? പേടിപ്പിക്കുക. അറുത്ത് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കിടിലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച്, കാരണം ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു തരം സാഡിസം ഉണ്ട്, അതാണ് ഈ പുറത്തു വരുന്നത്. ഇങ്ങനെ നോവിച്ച് പീഡിപ്പിച്ച് മാനസികമായി ഇവരെ തകർക്കുക. എനിക്ക് പിന്നെ ഈ പ്രവർത്തനത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ് എനിക്ക് അയച്ചു തരികയാണ്. അതിൽ ഒരു 22 ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും അതിനകത്തൊരു റെഡ് ഇട്ടിട്ട് ഒരു ഇൻറ്റു മാർക്ക്. അതായത് എൻ്റെ ലൈഫിൻ്റെ കലണ്ടറിൽ നിന്ന് ഈ 1 മാറിക്കഴിഞ്ഞു, വീണ്ടും അടുത്തൊരു ഇൻറ്റു മാർക്ക്, 2 ദിവസം മാറിക്കഴിഞ്ഞു. ഒരു ദിവസം ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലാണ് വരുന്നത്, നിങ്ങൾ ഒരു ദിവസം വാട്സപ്പിൽ വരും, ഒരു ദിവസം ടെക്സ്റ്റ് മെസ്സേജിൽ വരും, ഓരോ ദിവസം ഓരോ നമ്പറിലാണ് വരിക. അവസാനം 6 ദിവസം മാത്രം എൻ്റെ കലണ്ടറിൽ ബാക്കി. ഞാൻ ചലിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നൊരു ഉറപ്പില്ല. ഗ്യാസ് പൊട്ടിയാലും ചാവാം, വണ്ടി ഇടിച്ചാലും ചാവാം, സൈലന്റ് അറ്റാക്ക് വന്നാലും ചാവാം. അങ്ങനെ ഇത്ര കാലം ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പില്ല. നിങ്ങൾ നല്ലവരായിട്ടുള്ള കുറേയധികം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നന്നായിട്ട് പഠിക്കുക, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ വച്ച കാലം മുമ്പോട്ട് തന്നെയാണ്, ഞാൻ പിന്നോട്ടില്ല. ഈ 6 ദിവസം മാത്രം
എൻ്റെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ ബാക്കിയുണ്ട് എന്ന് കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു 6 ദിവസമെങ്കിൽ 6 ദിവസം 6 നല്ല വീഡിയോ ചെയ്യാം, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഒരു ദിവസമൊക്കെ മാത്രം ബാക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ മെൻ്റലി ആകെ തകർന്നു പോയിട്ടുണ്ടാവും. ഞാൻ അന്ന് ചെയ്തത് ആയിഷയുടെ മുലകുടി ബന്ധത്തിൻ്റെ ഹദീസാണ്. കാരണം ഇത് ഇനിയിപ്പോൾ പറയാൻ ആർക്ക് ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രസവിക്കാത്ത 16 വയസ്സുകാരിയായ ആയിഷ മുല കൊടുത്തതിലൂടെ ഇത്രയധികം സഹോദരന്മാർ ആയിഷയ്ക്കുണ്ടായി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അടുത്ത ദിവസം ചെയ്തത് പ്രവാചകന്റെ 53 വയസ്സിലെ വിവാഹവും 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50, 51, 52, 53 മൊത്തം പോക്ക് വാചകങ്ങളാണ്. കാരണം നബിക്ക് എല്ലാ പെണ്ണുങ്ങളെയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ അവളുടെ ശരീരം ദാനം ചെയ്താൽ അതും നീ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ക ഒരു സ്ത്രീലമ്പടനായിട്ടാണ് പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ എടുത്തിട്ട് 6ാമത്തെ ദിവസം കൊണ്ട് ആ കലണ്ടർ സ്റ്റോപ്പായി. സൈബർ സെല്ലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്തായി എന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചു. ഞാൻ പിന്നീട് ഇതിന്റെ പുറകെ പോകത്തില്ല. കാരണം പിന്നീട് അറിയുമ്പോഴും നമുക്ക് പിന്നീട് അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി. എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ കേസോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ അതിനനുസരിച്ച് അങ്ങ് പോയിക്കോളും. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണെങ്കിൽ മാത്രം അറിയിക്കുക, ഗുണമുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അതും വേണ്ട. ഞാൻ അങ്ങനെ വിടാറുള്ളൂ. ഈ 6 ദിവസം അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന മെന്റൽ ടോർച്ചറിങ് എത്ര വലുതാണെന്ന് നോക്കിയാൽ ഭീകരമാണെന്ന്. ഇങ്ങനെ മനുഷ്യനെ പീഡിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളൊരു നയമാണ് ഇവരുടേത് പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ തീവ്രവാദികളുണ്ടോ, ജിഹാദികളുണ്ടോ എന്നാണ്. നമ്മുടെ നാട് മുഴുവനും ജിഹാദികൾ കീഴടക്കി കഴിഞ്ഞു. മുത്തലാഖിന്റെ വിഷയം വന്നു. ഒരു സെക്യുലർ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സ്ത്രീകളെ ഇത്തരം പ്രാകൃതമായ ഒരു നിയമത്തിൽ അകപ്പെടുത്തി തലാഖ് എന്ന് പറഞ്ഞാൽ ഉടനെ ഈ പെട്ടിയും കുട്ടിയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്ന ഒരു നിയമത്തിന് ശാശ്വതമായ രൂപത്തിൽ ഒരു അവസാനം വരുന്നതിന് സെക്യുലർ പാർട്ടിയല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത്? നിന്നില്ല. പാർലമെന്റിൽ നിന്ന് കോൺഗ്രസ്സുകാർ ഇറങ്ങിപ്പോയി, കമ്മ്യൂണിസ്റ്റുകാരൊന്നും മിണ്ടിയില്ല. അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഏതൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ തൊലാഖ് എന്ന് പറയുന്ന ആ തൊലാഖ്, ബഹുഭാര്യത്വം ഇതൊന്നും നിർത്തലാക്കാൻ പോലും ഈ പാർട്ടി നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ ഞാനൊരു യുക്തിവാദിയാണ്. ഒരു പല തവണകളിൽ എനിക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ കൂടെ നിന്നിട്ടില്ല. കാരണം നോക്കുമ്പോൾ അവർ സെക്യുലറിസ്റ്റ് ആണ്. അവര് മതമില്ലാത്ത പാർട്ടിയാണ്. ഈ മതമില്ലാത്ത പാർട്ടി ഈ മതത്തിന്റെ ഏറ്റവും പ്രാകൃതമായ രീതികളെ പോലും താലോലിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ശരി, എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ല. കാരണം അവര് ഇപ്പം അമ്മായിയപ്പനും മരുമോനും കൂടെ കയറി ഇരുന്നിട്ട് എങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ച് പ്രേരിപ്പിക്കും. ഇപ്പൊ കണ്ടില്ലേ, മദ്രസ അധ്യാപകർ, ഇപ്പൊ അംഗനവാടി ജീവനക്കാര്, അവര് അവരുടെ പെൻഷൻ, അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു 50 രൂപ മാസം തോറുമോ വർഷം തോറുമോ ഒക്കെ കൊടുക്കുമ്പോഴേക്ക് അവർക്ക് കിട്ടുന്ന ഇത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി രൂപയാണ് മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത്, മദ്രസ അധ്യാപകർക്ക്. എന്തിന്? കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പൊതുവായിട്ടുള്ള പണം, നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണല്ലോ. ക്രിസ്ത്യൻ്റെ പണമുണ്ട്, ഹിന്ദുവിൻ്റെ പണമുണ്ട്, മതം ഇല്ലാത്തവൻ്റെ ഉണ്ട്. ഇതിൽ നിന്നൊരു ഓഹരി എടുത്ത് കൊടുക്കുകയാണ് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള പ്രോത്സാഹനത്തിന് വേണ്ടി. ഇതിനൊക്കെയാണ് നമ്മൾ എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് വീണ്ടും പറയുന്നു, നമ്മുടെ നാട് ജിഹാദികൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ, ഈ ചേകന്നൂർ മൗലവിയുടെ ഒപ്പം ഈ ഖുറാനിസ്റ്റ് മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് വഴി അത് വാസ്തവത്തിൽ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലായിരുന്നു? അല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെങ്കിൽ 2018 കേരളത്തിലെ നവോത്ഥാന നായികയായിട്ട് ഡൽഹിയിൽ എന്നെയാണ് തിരഞ്ഞെടുത്തത്. കേരളത്തിന്റെ ഏതെങ്കിലും പത്രങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ സാർ ഇപ്പൊ ഇവിടെ വന്നു ഞാനുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ, ഞാൻ ജുമാ നമസ്കരിച്ചു എന്നുള്ള പേരിലാണോ സാർ എന്നെ അറിഞ്ഞത്? അല്ല. അപ്പോൾ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. അപ്പൊ ഇതിന് തന്നെ വേണോ? അതായത് ഇത് വിശ്വാസികൾ ഇത് പരക്കെ പറയുന്നുണ്ട്, 1400 കൊല്ലങ്ങളായി മുസ്ലിം പുരുഷന്മാരാണ് നമസ്കാരത്തിന് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ലീഡർഷിപ്പ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഒരു പള്ളി കമ്മിറ്റിയിൽ ഒരു പെണ്ണില്ല. അപ്പോൾ വിവാഹത്തിന്, വിവാഹമോചനത്തിന്, ഇതിനൊന്നും സ്ത്രീകൾക്ക് യാതൊരു വിധമായ ഇൻവോൾവ്മെന്റും ഇസ്ലാമിൽ ഇല്ല. അപ്പൊ ഖുർആനികപരമായി പറഞ്ഞാല് വിശ്വാസം, അതുപോലെ ആരാധനകള്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതെല്ലാം പുരുഷന്മാരെ, സ്ത്രീകളെ എന്ന് വിളിച്ചുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. അപ്പൊ ഈ വിശ്വാസികളെ എന്ന് വിളിച്ചതിൽ ആണും പെട്ടു, പെണ്ണും പെട്ടു. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, വിശ്വസിച്ചവരെ,
പിന്നെ യാ യുഹല്ലദീന ആമനു ഇന്ന സ്വലാത്ത കാനത്തുൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ്. യാ യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസൗ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച നമസ്കാരത്തിന് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടേക്ക് എല്ലാവരും. അപ്പോൾ വിശ്വാസികളെ, അപ്പം ആണും പെണ്ണും പെട്ടു. പിന്നെ യാ യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇടയ്ക്ക് ഞാനതൊന്നും പറയാത്തോണ്ടേ മറന്നുപോയി ഈ സാധനം. അപ്പോൾ വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മുസ്ലിം പുരുഷ, മുസ്ലിം സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്. അപ്പോൾ കോമൺ ആണ്, ആ വേർഡ് കോമൺ ആണ്. അപ്പോൾ ആണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം, രണ്ടു പേരെയും കൂടെയാണ് ഇതിനകത്ത് അള്ളാഹു ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ജുമുഅയ്ക്ക് ലീഡ് ചെയ്യാൻ പാടില്ല? ഞാൻ ഇതൊരു വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതല്ല, ഒരാളോടും പറഞ്ഞില്ല. ആകെ നാരദ ന്യൂസിന്റെ ഒരു പയ്യൻ എന്നെ, നല്ല കമ്പനിയായിരുന്നു, വിളിച്ചപ്പോഴേക്ക് ടീച്ചർ എന്താണ് വണ്ടൂർ പ്രോഗ്രാം ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞ ആടെ അന്നേ എനിക്ക് ജുമാ ലീഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ പയ്യനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ആ പയ്യനിലൂടെയാണ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞത്. അന്ന് ഞങ്ങൾ ജുമാ നിസ്കരിച്ചു വണ്ടൂര്, ചെറിയൊരു ഞങ്ങളുടെ ഒരു സെന്റർ ആയിരുന്നു അന്ന്. ഞാൻ അന്ന് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ പള്ളിയിൽ നിന്ന് കുറേയധികം മുസ്ലിം പുരുഷനുണ്ടായിരുന്നു, കുറേയധികം സ്ത്രീകളുണ്ടായിരുന്നു. പിന്നീട് ഇവരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു, അവിടെ നിന്നതെല്ലാം സംഘികളായിരുന്നു. അപ്പോൾ സംഘികളെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അപ്പൊ അതിലൊരു സംഖ്യകളെ പോലും കാണിച്ചു തരാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അത് വേറെ, എല്ലാം അവിടെ സ്ഥിരം ജുമുഅയ്ക്ക് വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ പറഞ്ഞു സ്ത്രീകൾ ഉണ്ടായിരുന്നു, 4-5 സ്ത്രീകൾ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞു പിന്നീട് സ്ത്രീകൾ ആരും അവിടെ നമസ്കരിച്ചിട്ടുണ്ട്. അവിടെ സുലൈമാൻ എന്ന് പറയുന്ന ഒരാളിന്റെ വൈഫ് പിന്നെയും അവിടെ നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഞാൻ ഈ ആശയത്തിലേക്ക് വരുന്ന കാലത്ത് തന്നെ എല്ലാ ആൾക്കാരും എന്നെ അറിയും. ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ സജീവമായിട്ട് പോകുന്ന ആളാണ്. പിന്നെ തന്നെയുമല്ലെന്നേ, ഇതൊരു തരം മുൾക്കിരീടോ അല്ല, ഇത് തലയിൽ വെക്കും തോറും ആഴ്ന്നാഴ്ന്ന് ഇറങ്ങത്തേ ഉള്ളൂ. എനിക്കിനിപ്പോൾ യുക്തിവാദം വിട്ടു പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഈ മുൾക്കിരീടം ഏതാണ്ട് എൻ്റെ തലയിലേക്ക് ആഴ്ന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിതെല്ലാം നിർത്തി ഞാൻ വിശ്വാസിയായേക്കാം, ഇനി വധഭീഷണിയുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം. ഏത് സംഘടനയുടെ കൂടെ നിൽക്കും ഞാൻ? ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, സുന്നി ഉണ്ട്, മുജാഹിദ് ഉണ്ട്, EK വിഭാഗം സുന്നിയുണ്ട്, AP വിഭാഗം സുന്നിയുണ്ട്, കാദിയാനികളുണ്ട്, പിന്നെ അഹമ്മദിയാക്കളുണ്ട്, സംഘടന ഇല്ലാത്ത ആൾക്കാരുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്, തൗഹീദ് ജമാഅത്തുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. ഈ സംഘടനക്കാരെല്ലാവരും അവര് മാത്രമാണ് ശരി എന്നാ പറയുന്നത്, ആത്യന്തികമായ ശരി അവര് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവരിൽ ആരാണ് ശരി എങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ അങ്ങനെ പറയേണ്ടവർക്ക് ആസ് യു ലൈക്ക്, നോ പ്രോബ്ലം. ജാമിദ ടീച്ചർ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ തൻ്റെ ജീവിതം നമ്മളോട് പങ്കുവച്ചു. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ താൻ നേരിടുന്ന പ്രതിസന്ധികൾ, അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നമ്മളോടായിട്ട് പങ്കുവയ്ക്കും. വളരെ വ്യത്യസ്തമാണ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ. നമ്മൾ അറിയുന്നതിനേക്കാൾ ഏറെ നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. സത്യം നമ്മൾ അറിയുന്നതിന് മുമ്പ് കളവ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ എപ്പിസോഡ് മുഴുവനും കാണണം. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.